Dear students, welcome to our another English class. നമ്മുടെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി എന്നുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആശാപൂർണ ദേവി ഈ സ്റ്റോറിയിൽ പറയുന്നത്, സ്റ്റോറിയുടെ മുമ്പ് നമ്മോട് പറയുന്നത് സ്ത്രീയും അതുപോലെ തന്നെ മാച്ച് ബോക്സും ഒരേപോലെ ആണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം മാച്ച് ബോക്സിലെ അല്ലെങ്കിൽ തീപ്പെട്ടിയിലെ ഒരു തീപ്പെട്ടിക്കൊള്ളി അല്ലെങ്കിൽ ഒരു മാച്ച് സ്റ്റിക്ക് അതിന് ഒരുപാട് സ്ഥലങ്ങളെ നശിപ്പിക്കാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് വളരെ സാധുവായിട്ട് വളരെ പാവമായിട്ട് വീടിൻ്റെ ബെഡ്റൂമിലോ അടുക്കളയിലോ അവിടെയും ഇവിടെയൊക്കെ വളരെ പാവമായിട്ട് ഇരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. അതൊരിക്കലും അതിൻ്റെ അഹങ്കാരം പുറത്തെടുക്കാറില്ല എന്നുള്ളത്, അതിന് അത്രമാത്രം ശക്തി ഉണ്ടെങ്കിലും. അതേപോലെ തന്നെയാണ് സ്ത്രീയും എന്നുള്ളതാണ്. സ്ത്രീക്ക് ഒരുപാട് ശക്തി ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാറില്ല, ആ സ്ത്രീ വളരെ പാവമായിട്ട് അവിടെയും ഇവിടെയൊക്കെ നിൽക്കാറാണ് ചെയ്യാറ്. നമ്മുടെ ബെഡ്റൂമിലും അടുക്കളയിലും അല്ലെങ്കിൽ വീടിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് വളരെ പാവമായിട്ടാണ് നിൽക്കാറുള്ളത് എന്നുള്ളത്. അതിന് നമുക്കൊരു കഥയിലൂടെ പറഞ്ഞു തരാണ്. മാച്ച് ബോക്സും സ്ത്രീയും ഒരുപോലെയാണ് എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആശാപൂർണ ദേവി എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഒരു കഥയിലൂടെ നമ്മളെ ഈ കാര്യം വ്യക്തമാക്കി തരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ആ കഥ തുടങ്ങുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് എടുത്ത ഭാഗം വരെ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. കഥ തുടങ്ങുന്നത് ഒരു 3 നിലയുള്ള ഒരു വീട്ടിലാണ്. ആ വീട്ടിൽ ഞായറാഴ്ച രാവിലെ അലക്കുകാരൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിലുള്ള ഒരു സ്ത്രീ, അവളുടെ പേര് നോമിത, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. നോമിത എന്ത് ചെയ്യുന്നു, തൻ്റെ ഭർത്താവായിട്ടുള്ള അജിത്തിൻ്റെ അഴുകിയ വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു കൂട്ടിയിട്ട് വാഷ്മാനെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ കുറച്ചു നിമിഷങ്ങൾക്ക് മുമ്പ് അവരെന്ത് ചെയ്യാണ്, അതിൻ്റെ പോക്കറ്റിലൊക്കെ ഒന്ന് പരുതാണ്. സ്വാഭാവികമാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വിലപിടിപ്പുള്ള വല്ലതും അതിലുണ്ടോ എന്നൊക്കെ ആയിരിക്കും അവർ നോക്കുന്നത്. അല്ലെങ്കിൽ പണം എന്തെങ്കിലുമൊക്കെ അത് വാഷ് ചെയ്ത് പോകണ്ടെന്നല്ല, നമ്മളെ വീട്ടിലെ സ്ത്രീകൾ അതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവരതിൽ കണ്ടത് ഒരു ചുരുട്ടിക്കൂട്ടിയ ഒരു കത്താണ് അവർ കണ്ടത്. ഒരു കവറ്, ആ കവറിൻ്റെ ഉള്ളിൽ ഒരു കത്തുണ്ട് ചുറ്റുകൂട്ടി. ആ കവറിൻ്റെ പുറത്ത് നോമിതയുടെ പേരുണ്ട്. അപ്പോഴാണ് നോമിത മനസ്സിലാക്കുന്നത് തൻ്റെ ഭർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നോട് പറയാതെ ഈ കത്ത് പൊട്ടിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കത്തിൽ ഡേറ്റ് നോക്കിയപ്പോൾ 3 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ 3 ദിവസമായിട്ട് തൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അടുക്ക് തൻ്റെ ഭർത്താവിനെ എത്രയോ പ്രാവശ്യം കണ്ടുമുട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏതൊരു ഭാര്യയ്ക്കും ദേഷ്യം വരുന്നത് പോലെ നമ്മുടെ നോമിതക്കും എന്ത് ചെയ്തു, ഭയങ്കര ദേഷ്യമുണ്ടായി. ഏതായാലും അങ്ങനെ ഇപ്പോഴും അവർ ബെഡ്റൂമിലാണ് ഇരിക്കുന്നത്. അവർ ആ കത്ത് വായിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിന് മുമ്പായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തൻ്റെ ഭർത്താവ് ഇതുപോലെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്, ചിലപ്പോൾ അത് പൊട്ടിച്ച് വായിച്ച് തന്നെ കാണിക്കും, പലപ്പോഴും തന്നെ കാണിക്കാറില്ല എന്നിത് കണ്ടപ്പോൾ നോമിതക്ക് മനസ്സിലായി. ഏതായാലും നോമിത പല പ്രാവശ്യം ഭർത്താവിനെ ചീത്ത പറയുകയും ഈ സ്വഭാവം മാറ്റാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അജിത്ത് എന്ത് ചെയ്തിട്ടില്ല, തൻ്റെ സ്വഭാവം മാറ്റിയിട്ടില്ല. നോമിതക്ക് വരുന്ന കത്ത് പൊട്ടിച്ച് വായിക്കുന്ന സ്വഭാവം മാറ്റിയിട്ടില്ല. അത് പൊട്ടിച്ച് വായിക്കാൻ മാത്രമല്ല, ഇതുപോലെ പലപ്പോഴും അദ്ദേഹം അത് കളഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് നോമിത മനസ്സിലാക്കുകയാണ്. ഏതായാലും നോമിത ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് തള്ളാണ് ചെയ്യുക. അതിലൊന്നും വലിയൊരു കാര്യമില്ല എന്നുള്ള രീതിയിൽ അത് ചിരിച്ച് തള്ളുകയാണ് ചെയ്യുക. ഏതായാലും ഇപ്പോൾ വന്ന ലെറ്റർ എന്ന് പറയുന്നത് സാധാരണ അമ്മയുടെ ലെറ്റർ തന്നെയാണ് അധികം വരാറുള്ളത് നോമിതക്ക്. അങ്ങനെ ഇപ്പോൾ വന്ന ലെറ്ററും നോമിതയുടെ അമ്മ എഴുതിയിട്ടുള്ളതാണ്. അമ്മ സാധാരണ അമ്മയുടെ ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടാണ് കത്ത് എഴുതാറുള്ളത്. ഇപ്രാവശ്യം അമ്മയുടെ പരാതി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ റൂഫ് ചെറിയ ഉള്ളിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മഴവെള്ളം അങ്ങനെ ഒഴുകുന്നുണ്ട്. ഏത് നിമിഷവും തൻ്റെ മേലെ അത് പതിച്ചിട്ട് തനിക്ക് അപകടം സംഭവിക്കാമെന്നാണ് അമ്മ പറയുന്നത്. എന്നിട്ട് അമ്മ കത്തിൽ തന്നെ പറയുന്നുണ്ട്, തനിക്കിതിലൊന്നും ബേജാറില്ല. കാരണം എന്താ, തൻ്റെ സണ്ണിലോ അല്ലെങ്കിൽ തൻ്റെ മരുമകന് എന്താണ് ഹൈ മൈൻഡഡ് ലാർജ് ഹാർട്ടഡ് എന്നാണ് പറഞ്ഞത്. ഹൈ മൈൻഡഡ് ലാർജ് ഹാർട്ടഡ്, വിശാല ഹൃദയമുള്ള ആളും അതുപോലെ തന്നെ എന്താണ് മഹാമനസ്കനാണ്. അപ്പോൾ അതുപോലെ തന്നെ തൻ്റെ മകളാരാണ്, ഒരു രാജ്ഞിയാണ്. അതുകൊണ്ട് തനിക്കിതൊരു വിഷയമല്ല. എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ, അവരെന്നെ സഹായിക്കുന്ന രീതിയിലാണ് പറയുന്നത്. സാധാരണ സഹായിക്കാറുണ്ട്. അപ്പോൾ സത്യത്തിൽ നമ്മളിപ്പോൾ ക്യൂൻ എന്നൊക്കെ പറയുമ്പോൾ ഇവർ വലിയ പണക്കാരാണ് എത്തും. പക്ഷേ നോമിതയുടെ അമ്മയുടെ അവസ്ഥ ഇതിൽ പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ നിർത്തുന്നത്, ആ പാരഗ്രാഫിൽ കേട്ടോ. ആ പാരഗ്രാഫിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ പറയുന്നുണ്ട്, ആൻ ഇൻഡിജൻ വീഡോ, വളരെ പാവപ്പെട്ട ഒരു വിധവയാണ്
ആര്? നോമിതയുടെ അമ്മ. വിത്തൗട്ട് ഹസ്ബൻഡ് ഓർ സൺ, ഭർത്താവോ മകനൊന്നുമില്ല, നോമിത മാത്രമാണ് എന്തുള്ള ഒരു മകളായിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ സമ്പത്തുള്ള ഒരു ഫാമിലിയിലോട്ട് അല്ലെങ്കിൽ ധനികനായ അജിത്തിനെ കെട്ടിച്ചു കൊടുക്കാനുള്ള കാരണം എന്താ? ഷീ വാസ് സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹർ ഡോട്ടർ ടു എ വെൽത്തി ഫാമിലീസ് ഹൗസ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ലുക്ക്സ് അലോൺ. നോമിത അത്യാവശ്യം ലുക്കുള്ള ഒരു സ്ത്രീയായിരുന്നു, അല്ലെങ്കിൽ നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സൗന്ദര്യം ഉണ്ടാകുമ്പോൾ അത്യാവശ്യം പണമുള്ള കുടുംബത്തിൽ നിന്ന് ആളുകൾ വന്ന് കെട്ടിക്കൊണ്ട് പോകാറുണ്ട് സാധാരണ. അതുപോലെയാണ് സംഭവിച്ചത്. ഈ അമ്മ എന്ത് ചെയ്യാറുണ്ട്? ബട്ട് ദ ഗുഡ് ലേഡി ആസ് നെവർ സ്റ്റോപ്പ് ടേക്കിംഗ് ക്രെഡിറ്റ് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എർ സ്കിൽ ഇൻ ദ മാറ്റർ. അപ്പോൾ അമ്മ പലപ്പോഴും അമ്മക്ക് വലിയ തൻ്റെ മകളെ പാവപ്പെട്ട തൻ്റെ മകളെ വലിയൊരു ധനികനായ ഒരാൾക്കാണ് കെട്ടിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൂടെ കെട്ടിച്ചയച്ച്, മകളെ നല്ല സൗന്ദര്യമുള്ളതുകൊണ്ട്. അപ്പോൾ അത് തൻ്റെ ഒരു ക്രെഡിറ്റായിട്ട് അമ്മ ഏത് ചെറിയ അവസരം കിട്ടുമ്പോഴും പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഷീ ഹാസ് ബീൻ ഫൈൻഡിങ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഓൾ അലോങ്. ഇത് പറയാൻ വേണ്ടി അവൾ, അല്ലെങ്കിൽ നോമിതയുടെ അമ്മ എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും അവസരങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നമ്മളെ നാട്ടിലെ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് അല്ലേ. ചില അമ്മമാർ എപ്പോഴും തൻ്റെ മകൾക്കുള്ളത് അല്ലെങ്കിൽ മകനുള്ളതൊക്കെ സൗഭാഗ്യങ്ങൾ ചെറിയ ചെറിയ അവസരം കിട്ടുമ്പോഴൊക്കെ അവരിങ്ങനെ എടുത്ത് പറയാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നോമിതയുടെ അമ്മ എന്നുള്ളതാണ്. അതായത് അവിടെയാണ് നമ്മൾ നിർത്തുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇപ്പോഴും നോമിത ഇരിക്കുന്നത് തൻ്റെ ബെഡ്റൂമിലാണ്. വാഷർമാൻ അടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോമിത വസ്ത്രങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? കൈമാറിയിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ നോമിത ബെഡിലിരുന്നു കൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്നിട്ട് അടുത്തത് അജിത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. Whenever Ajit sees a new letter from Nomida's mother, he smiles derisively and says, "Why bother to read that? I will go and fill out a money order form." ഇപ്പോൾ ഇവിടെ പറയുന്നത് പലപ്പോഴും നോമിതയുടെ അമ്മ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് കത്ത് അയക്കാറുണ്ട്. പണത്തിനായിരിക്കും എല്ലാ സമയത്തും അയക്കാറ്. അപ്പോൾ അജിത്ത് നോമിതയുടെ അമ്മയുടെ ലെറ്റർ കാണുമ്പോൾ അയാൾ ഡിറൈസീവ്ലി എന്നാണ് പറഞ്ഞത്. എന്താ പറയുക? സ്മൈൽസ് ഡിറൈസീവ്ലി എന്ന് പറഞ്ഞാൽ പരിഹാസത്തോടെ ചിരിക്കുക. ഡിറൈസീവ്ലി പറഞ്ഞാൽ പരിഹാസത്തോടെ. നോമിതയുടെ അമ്മ പരിഹാസത്തോടെ നോമിതയുടെ അമ്മയുടെ ലെറ്റർ കാണുമ്പോൾ അജിത്ത് എന്ത് ചെയ്യും? പരിഹാസത്തോടെ ചിരിക്കും. എപ്പോഴൊക്കെയോ ലെറ്റർ കാണുകയാണെങ്കിൽ ഏത് സമയത്തും അജിത്ത് നോമിതയുടെ അമ്മയുടെ ലെറ്റർ കാണുമ്പോഴൊക്കെ പരിഹാസത്തോടുകൂടി ചിരിക്കും. എന്നിട്ട് പറയും, വൈ ബോദർ ടു റീഡ് ദാറ്റ്? എന്തിനത് വായിക്കുന്നത്? ഐ വിൽ ഗോ ആൻഡ് ഫിൽ ഔട്ട് എ മണി ഓർഡർ ഫോം. ഇത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനത് എന്ത് ചെയ്തോളാം, ഞാൻ പോയിട്ട് ഒരു മണി ഓർഡർ ഫില്ല് ചെയ്തിട്ട് ഞാൻ മണി ഓർഡർ ഫില്ല് ചെയ്തോളാം എന്ന് പറയും. അതിൻ്റെ അർത്ഥം പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. മണി ഓർഡറിൽ നമ്മൾ ഫില്ല് ചെയ്യണം, എമൗണ്ടും കാര്യങ്ങളും ഫില്ല് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യണം? പൈസ അയക്കുന്ന രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നെറ്റ് ബാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ആയി. പണ്ടത്തെ കാലത്ത് മണി ഓർഡർ ഫില്ല് ചെയ്താണ്. അപ്പോൾ ഒരു പരിഹാസ രൂപത്തോടെ നോമിതയുടെ അമ്മയുടെ ലെറ്റർ കാണുമ്പോൾ തന്നെ അജിത്ത് പറയും, എന്തിനത് വായിക്കുന്നത്? പൈസയൊക്കെ ആയിരിക്കും, ഞാൻ പെട്ടെന്ന് മണി ഓർഡർ ഫില്ല് ചെയ്താണ് എന്ത് ചെയ്തോളാം, പൈസ അയച്ചോളാം എന്ന് പറയും. വളരെ പരിഹാസ രൂപത്തിലായിരുന്നു അജിത്തിൻ്റെ സംസാരം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു പെണ്ണിനും ഒന്നുണ്ടാവും? മാനസിക വിഷമവും ലജ്ജയും അപമാനമൊക്കെ ഉണ്ടാവും. അതുതന്നെ നോമിതക്കും ഉണ്ടായി. എപ്പോഴും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരത്തു നിന്ന് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പൈസ ചോദിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും അപമാനം ഉണ്ടാവും. അപ്പോൾ നോമിതക്കും അത് തന്നെയാണ് സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? നോമിതാസ് ഹെഡ് ഹാങ്സ് ലോ വിത്ത് ദ ഷെയിം ആൻഡ് ദ ഇൻസൾട്ട് ഓഫ് ഇറ്റ്. നോമിതയുടെ തല എന്ത് ചെയ്തു? ഹാങ്സ് ലോ, താഴ്ന്നു പോയി. എന്താ കാരണം? വിത്ത് ദ ഷെയിം ആൻഡ് ഇൻസൾട്ട്. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്, ഷെയിമും ഇൻസൾട്ടും. അപമാന കാരണം അല്ലെങ്കിൽ ലജ്ജ കാരണം എന്ത് ചെയ്തു? നോമിതയുടെ തല ആകെ താഴ്ന്നു പോയി എന്നുള്ള ഈ സമയമൊക്കെ ഉണ്ടാകുമ്പോൾ, ഇതൊക്കെ മുന്നേ സംഭവിക്കുമ്പോൾ നോമിതയ്ക്ക് സംഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ അവൾ ആ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ആ കത്ത് ഇങ്ങനെ വായിച്ചിട്ട് ആലോചിക്കുന്ന കാര്യമാണല്ലോ പറയുന്നത്. ഇങ്ങനെ സംഭവിക്കാൻ അജിത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ലജ്ജയില്ല, ഒരു പരിഹാസ രൂപത്തിലല്ലാത്ത സംസാരമാണെങ്കിൽ കുഴപ്പമില്ല. പരിഹസിച്ചുകൊണ്ട് അജിത്ത് പറയും, എന്ത് ഞാൻ പൈസ അയച്ചോളാം, അമ്മ പൈസയൊക്കെ ആയിരിക്കും എന്നുള്ളത് പറയും കത്ത് വായിക്കുന്നതിന് മുമ്പ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നോമിതയ്ക്ക് എന്ത് ചെയ്യും? ഇൻസൾട്ടും ഷെയിം അപമാനവും ലജ്ജൊക്കെ ഉണ്ടാവും. So some time ago, out of anger and grief, Nomida forbade her mother from writing to her on postcards. ഇങ്ങനെ പലപ്പോഴും നോമിതയുടെ അമ്മ പോസ്റ്റ് കാർഡിലാണ് ലെറ്റർ അയക്കാറ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പോസ്റ്റ് കാർഡ് ഉണ്ടാവും. പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ അതിന് കവറൊന്നും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളിത് കണ്ടില്ലേ, നമ്മുടെ ചാർട്ട് പേപ്പർ, ആ ചാർട്ട് പേപ്പറിൻ്റെ ചെറിയൊരു ഭാഗം ഉണ്ടാവില്ലേ, ചാർട്ട് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തുണ്ടാക്കുന്ന അതുപോലത്തെ ഒരു പേപ്പറായിരിക്കും പോസ്റ്റ് കാർഡ്. അതിന്മേൽ തന്നെയാണ് അഡ്രസ്സ് എഴുതുക, അതിന്മേൽ തന്നെയാണ് മാറ്റർ എഴുതുക. ആർക്കും അത് കാണാൻ സാധിക്കും. ഇപ്പോൾ പോസ്റ്റ്മാൻ കൊണ്ടുവരാണ്, പോസ്റ്റ്മാനും കാണാം എന്താണ് എഴുതിയിട്ടുള്ളത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു പോസ്റ്റ് കാർഡ്, ഇപ്പോൾ നിലവിലുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കാറുണ്ടോയെന്ന് അറിയില്ല പോസ്റ്റ് കാർഡൊന്നും. അപ്പോൾ അങ്ങനെ നോമിതയ്ക്ക് ആകെ ദേഷ്യം ഈ പോസ്റ്റ് കാർഡിൽ എഴുതിക്കൊണ്ടാണ് ഇത് കാണുന്നത്. അജിത്തായാലും ബാക്കിയുള്ളവരൊക്കെ ആയാലും, പ്രത്യേകിച്ച് അജിത്തായാലും. അപ്പോൾ നോമിതയ്ക്ക് എന്ത് ചെയ്തു? ആങ്കർ ആൻഡ് ഗ്രീഫ്, ഭയങ്കരമായ
എന്ത് ചെയ്തു, ആങ്കർ, ദേഷ്യവും ഗ്രീഫ്, ദുഃഖവും ഉണ്ടായി. അപ്പോൾ നോമിത ഫോർവേഡ് ഹെർ മദർ ഫ്രം റൈറ്റിംഗ് ടു ഹെർ ഓൺ പോസ്റ്റ് കാർഡ്സ്. ഫോർവേഡ് പറഞ്ഞാൽ വിലക്കി, ഫോർവേഡ് പറഞ്ഞാൽ ഫോർവേഡ് വിലക്കുക, ഫോർവേഡ് വിലക്കി. നോമിത അമ്മ അങ്ങനെ പോസ്റ്റ് കാർഡിൽ ലെറ്റർ അയച്ചപ്പോൾ ഇതെല്ലാവരും വായിക്കല്ലേ, പ്രത്യേകിച്ച് അജിത്ത് വായിക്കല്ലേ, കവറിലിട്ട് അയക്കണമെങ്കിൽ ആരും കാണൂല, ഈ പോസ്റ്റ് കാർഡിൽ എഴുതുമ്പോൾ എല്ലാവരും കാണും. അങ്ങനെ നോമിത എന്ത് ചെയ്തു, ഇതൊക്കെ മുന്നേ സംഭവിച്ച കാര്യങ്ങളാട്ടോ. നോമിത അമ്മനെ വിലക്കി, ഇനി മേലാൽക്ക് എന്ത് ചെയ്യരുത്, പോസ്റ്റ് കാർഡിൽ എഴുതരുത് എന്നുള്ള അമ്മനോട് പറഞ്ഞു. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ഷീ തോട്ട് ദാറ്റ് ഫ്രം ദെൻ ഓൺ ഷീ would try to send her a little money, whatever she could pull together in secret. So this was what came of letters in envelopes too. അപ്പോൾ എന്താ സംഭവിച്ചത്, പോസ്റ്റ് കാർഡിൽ എഴുതരുത് അമ്മ എന്നുള്ളത് അമ്മനോട് പറഞ്ഞപ്പോൾ അമ്മനോട് പറയുകയും പിന്നെ അതിനുശേഷം നോമിത എന്ത് ചെയ്യും, എപ്പോഴൊക്കെയോ കുറച്ചൊക്കെ സ്വകാര്യമായിട്ട് പണം സ്വരുക്കൂട്ടി ഉണ്ടാകുമ്പോൾ ഇല്ലേ, സ്ത്രീകൾക്കൊരു സ്വഭാവമാണത്, ഭർത്താവ് മുമ്പിലൊന്നും അറിയാതെ അവർ കുറച്ച് പൈസ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യും. അവർക്ക് വേറെ എന്തിനൊക്കെ കൊടുക്കുന്ന ക്യാഷൊക്കെ ഇതിക്കൊക്കെ മാറ്റിയിട്ട് കുറച്ച് അവരുടെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഇൻവെസ്റ്റ് അവരുണ്ടാവും ഉണ്ട്. അതുപോലെ നോമിത അമ്മനോട് പറഞ്ഞു, അമ്മ ഇനി മേലാൽക്ക് എന്ത് ചെയ്യരുത്, പോസ്റ്റ് കാർഡിലൊന്നും അമ്മ എഴുതരുതെന്ന് പറയുകയും അമ്മേനോട് എഴുതരുത് പറയുകയും അതിനുശേഷം നോമിതയ്ക്ക് എപ്പോഴൊക്കെയോ പൈസ കുറച്ചൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയുമ്പോൾ അതുമല്ല നോമിത ആരും അറിയാതെ സീക്രട്ടായിട്ട് നോമിത എന്ത് ചെയ്യും, നോമിതയുടെ അമ്മക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അമ്മക്കത് കിട്ടുന്നുണ്ട്. പക്ഷേ വീണ്ടും അമ്മക്ക് എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ അമ്മ എന്ത് ചെയ്യും, മകൾ പോസ്റ്റ് കാർഡിലല്ലേ എഴുതണ്ടെന്ന് പറഞ്ഞ് അമ്മ അതിനുശേഷം എന്ത് ചെയ്തു, ദിസ് വാസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലൂപ്സ് ടു. അങ്ങനെ മകൾ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് കാർഡിൽ എഴുതാണ്ടാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, കവറിൽ എഴുതി ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒരു കവറിലാക്കിയിട്ട് അയക്കൽ തുടങ്ങി. അതാണ് ഇപ്പോൾ കവർ വരാൻ തുടങ്ങിയപ്പോൾ അജിത്ത് എന്ത് ചെയ്തു, കവർ പൊട്ടിച്ച് വായിക്കാനും തുടങ്ങി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും സഡൻലി നോമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് യുവർ മദർ. ആകെ നോമിതയ്ക്ക് ദേഷ്യമായി. അമ്മനോട് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം ഇങ്ങനെ പൈസ വെച്ച് അയക്കരുത് എന്നുള്ളത്. അങ്ങനെ പോസ്റ്റ് കാർഡിൽ എഴുതിയതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അമ്മ ലെറ്ററിൽ എഴുതാണ്, എഴുതിയിട്ട് കവറിലാക്കിയിട്ട് അയക്കണം. അതാക്കിയപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ ഹസ്ബൻഡ് അത് പൊട്ടിച്ച് വായിക്കുകയും ചെയ്യണം. ഏതായാലും ഏതൊരു സ്ത്രീക്കും ദേഷ്യം വരുന്നത് പോലെ നോമിതക്കും ആകെ ദേഷ്യം വന്നു. എന്നിട്ട് നോമിത ചോദിക്കണം, വൈ ഡസ് ഷീ കീപ്പ് ഓൺ ബേക്കിംഗ് ലൈക്ക് ദിസ്, എന്തിനാണ് എൻ്റെ അമ്മ ഇങ്ങനെ യാചിച്ചു കൊണ്ടിരിക്കുന്നത്. നോമിത ചോദിക്കാൻ, അമ്മ എപ്പോഴും ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു പെണ്ണിനും ഉണ്ടാവില്ലേ, ഭർത്താവിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഭർത്താവിൻ്റെ മുന്നിലൊരു നിലയും വിലയൊന്നും ഉണ്ടാവില്ല. എന്തിനാണ് എൻ്റെ അമ്മ ഇങ്ങനെ യാചിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കണം. ഇതൊക്കെ നോമിത മുന്നേ ചിന്തിച്ച കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നോമിത ലെറ്റർ ഇങ്ങനെ പിടിച്ചിട്ട് നോമിത ഇങ്ങനെ ചിന്തിക്കുകയാണ്, മുന്നേ താൻ ഇത്ര ചിന്തിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള രൂപത്തിൽ. ഇപ്പോൾ അവൾ ആ ബെഡ്റൂമിൽ തന്നെ ഇരിക്കുകയാണ്, വാഷ്മാൻ അടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആ വസ്ത്രങ്ങളൊന്നും കൈമാറിയിട്ടില്ല, ലെറ്റർ വായിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വൈ വോണ്ട് ഷീ ലെറ്റ് നോമിത കീപ്പ് ഹെർ സെൽഫ് റെസ്പെക്ട്, ഹർ ഡിഗ്നിറ്റി. എന്തുകൊണ്ട് എൻ്റെ അമ്മ അല്ലെങ്കിൽ എന്തുകൊണ്ട് നോമിതയ്ക്ക് അവളുടെ സെൽഫ് റെസ്പെക്റ്റ്, ആത്മാഭിമാനം, ഡിഗ്നിറ്റി, അന്തസ്സ്, ഈ ആത്മാഭിമാനവും അന്തസ്സും എന്തുകൊണ്ട് നോമിതയുടെ അമ്മ അത് അവളെ കീപ്പ് ചെയ്യാൻ അനുവദിക്കാത്തത് എന്ന് പറയണം. അപ്പോൾ നോമിതക്കാണ്, എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ തരം താഴ്ത്തുന്നത്, എനിക്കൊരു ആത്മാഭിമാനമല്ലേ, എനിക്കൊരു ഡിഗ്നിറ്റി, അന്തസ്സില്ലേ, ഇതൊന്നും എൻ്റെ അമ്മ കളഞ്ഞു കുളിക്കുകയാണല്ലോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും അല്ലേ. എപ്പോഴും അമ്മായിമ്മ മരുവനോട് പൈസ യാചിച്ചാൽ മകൾക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, അപമാനം ഉണ്ടാവും. അതിനാണ് നോമിതക്കും സംബന്ധിച്ച്. നോ, ദിസ് ടൈം ഷീ വിൽ റൈറ്റ് ആൻഡ് ടെൽ ഹർ മദർ ക്ലിയർലി. അങ്ങനെ അവൾ ഈ ലെറ്റർ വായിച്ചിട്ട് അവൾ ആലോചിക്കുകയാണ്, എന്തായാലും ഞാൻ അമ്മയ്ക്ക് ഞാൻ എഴുതും. എന്തെഴുതാ, ഐ കാൻ ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. പറയാം, ഇനി മേലാൽക്ക് എന്നോട് ഞാൻ എന്ത് ചോദിച്ചാലും ഞാൻ എന്തില്ല, ഒന്നും തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്തല്ല. ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. എന്നിൽ നിന്ന് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് ഇപ്രാവശ്യം എന്തായാലും അമ്മയ്ക്ക് എഴുതാണെന്നുള്ള ആര് തീരുമാനിച്ചു, നോമിത തീരുമാനിച്ചു. കാരണം പോസ്റ്റ് കാർഡിൽ എഴുതി അമ്മ പൈസ ചോദിച്ച് അത് അജിത്ത് വായിക്കുന്നുണ്ട്. അതിനുശേഷം അമ്മ കവറിലിട്ടാണ്ട് കത്ത് കൊടുത്തേക്കാൻ തുടങ്ങി, അതും അജിത്ത് വായിക്കാണ്. നോമിതയ്ക്ക് അത് സ്വാഭാവികമായിട്ടും അന്തസ്സും ആത്മാവിനൊക്കെയാണ്, അതൊക്കെ പോവുകയാണ്. അപ്പോൾ നോമിത തീരുമാനിക്കുകയാണ്, അമ്മക്ക് ലെറ്റർ എഴുതണം, മേലാൽക്ക് ഇനി എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഉറുപ്പേ തരില്ല എന്നുള്ള രൂപത്തിൽ എഴുതണം, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും എൻ്റെ നിന്ന് വേണ്ട എന്ന രൂപത്തിൽ ലെറ്റർ എഴുതാൻ വേണ്ടി നോമിത തീരുമാനിക്കണം. ലെറ്റർ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നോമിത ആ ലെറ്റർ കണ്ട് അതിനുശേഷം നോമിത ചിന്തിച്ചതും കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെയാണ്. ഇനിയാണ് എന്ത് ചെയ്യുന്നത്, ആ റിയലായിട്ടുള്ള കാര്യം സംഭവിക്കാൻ പോകുന്നത്. കത്ത് കിട്ടിയത് റിയലായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അങ്ങനെ ഇതുവരെ
നമ്മൾ പറഞ്ഞത് നോമിത ലെറ്റർ കണ്ട് അത് വായിച്ച് അവൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരുന്നതാണ്. ഇനി റിയലായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ സംഭവിക്കുന്നത്, റൈറ്റ് ദെൻ അജിത്ത് സ്റ്റെപ്സ് ഇൻ ടു ദ റൂം ആഫ്റ്റർ ഫിനിഷിങ് ഈസ് ലെഷർലി സൺഡേ ബാത്ത്. റൈറ്റ് ദെൻ ആണ് അപ്പോൾ തന്നെ. ഇപ്പോൾ നോമിത ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇരിക്കുമ്പോൾ അപ്പോൾ ആര് സംഭവിച്ചു? അജിത്തോടെ വീട്ടിലുണ്ടായിരുന്നു, ഞായറാഴ്ചയാണ്. തൻ്റെ ഭർത്താവായിട്ടുള്ള അജിത്തെയാണ് സ്റ്റെപ്സ് ഇൻ ടു ദ റൂമിലോട്ട് കയറി വരികയാണ്. ആഫ്റ്റർ ഫിനിഷിങ് ഈസ് ലെഷർലി സൺഡേ ബാത്ത്. ലെഷർലി പറഞ്ഞാൽ സമയം എടുത്തുകൊണ്ടുള്ള, ഞായറാഴ്ച സമയം എടുത്തുകൊണ്ടുള്ള തൻ്റെ കുളി, അല്ലെങ്കിൽ വിശാലമായ തൻ്റെ കുളി കഴിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? അജിത്ത് റൂമിലോട്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ നോമിത ഒരുപാട് കാര്യങ്ങൾ ഓർത്തു. ഇപ്പോൾ റിയലായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുകയാണ്. Nomida's sharp indignation at the insult simmering all this while seems to want to dash itself violently against him. Nomida roars out, "When did this letter arrive?" അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നോമിതയ്ക്ക് അപ്പോൾ നോമിത ഈ ലെറ്റർ കാണുന്നു, വായിക്കുന്നു, ബാക്കിയുള്ള അജിത്തിൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവിടെ ബെഡിൽ ഇരിക്കുമ്പോൾ അജിത്ത് തൻ്റെ കുളി കഴിഞ്ഞിട്ടാണ് വരികയാണ്. കുളി കഴിഞ്ഞ് വന്നപ്പോൾ അജിത്ത് എന്ത് ചെയ്യാണ്? നോമിത ഭയങ്കര ദേഷ്യം, ഇൻഡിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ കോപം അല്ലെങ്കിൽ ദേഷ്യം, ഭയങ്കര ദേഷ്യമായി. ആ ദേഷ്യം ഇങ്ങനെ കത്തി സിമ്മറിൽ നിന്ന് തിളച്ച് കയറുകയാണ്. നോമിതയ്ക്ക് സീംസ് ടു വാണ്ട് ടു ഡാഷ് ഇറ്റ് സെൽഫ് വയലൻ്റ്ലി അഗേൻസ്റ്റ്. ഈ ദേഷ്യമൊക്കെ പാട് അജിത്തിനെ മേത്ത് കണ്ട് എടുക്കണം എന്ന് തോന്നി. ഏതായാലും നോമിത എന്ത് ചെയ്തു? നോമിത റോഡ്സ് ഔട്ട്. നോമിത അലറി വിളിച്ചു, "വെൻ ഡിഡ് ദിസ് ലെറ്റർ അറൈവ്?" നോമിത അജിത്തിനെ കണ്ടൊക്കെ ചോദിച്ചു. അജിത്തിനോട് ചോദിച്ചത്, എപ്പോഴാണ് ഈ കത്ത് വന്നത് എന്ന് ചോദിച്ചു. ദേഷ്യപ്പെട്ടിട്ട് ചോദിച്ചു, എപ്പോഴാണ് ഈ കത്ത് വന്നതെന്നുള്ളത്. അജിത്ത് glances at her obliquely, estimating the magnitude of his error. അപ്പോൾ സംഗതി അജിത്ത് മനസ്സിലായി. അജിത്ത് എന്ത് ചെയ്തു? അജിത്ത് ഇങ്ങനെ നോക്കി, ആരെ എന്താ ഇപ്പോൾ ഇത്രമാത്രം ദേഷ്യപ്പെടുന്നത്. അപ്പോൾ അജിത്തിന് കാര്യം മനസ്സിലായി. ഒബ്ലിഗിലി പറഞ്ഞാൽ ചെരിഞ്ഞിട്ടാണ് നോക്കിയത്. എസ്റ്റിമേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ, തൻ്റെ തെറ്റ് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. കാരണം അതുകൊണ്ടാണല്ലോ ഭാര്യ എത്രമാത്രം ഷൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവം? അജിത്ത് റൂമിലോട്ട് വരികയാണ്. നോമിത എന്ത് ചെയ്യാണ്? ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കണം, എപ്പോഴാണ് ഈ ലെറ്റർ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ പറയാണ്, "അനദർ ഹാൻഡ്ഫുൾ ഓഫ് ക്യാഷ് ഫോർ ദിസ് ഹി ഹാഡ് തോട്ട് ആൻഡ് ഡിസൈഡഡ് നോട്ട് ടു ഗിവ് ദ ലെറ്റർ ടു നോമിത. ഹി വാസ് ഗോയിങ് ടു ടിയർ ഇറ്റ് അപ്പ് ആൻഡ് ത്രോ ഇറ്റ് അവേ. ഹി ഹാസ് മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക്." അപ്പോൾ അജിത്തിനെ ആലോചിക്കുകയാണ്, അനദർ ഹാൻഡ്ഫുൾ ഓഫ് ക്യാഷ് ഫോർ ദിസ്. ഞാൻ ഈ ലെറ്റർ കണ്ടപ്പോൾ എന്ത് ചെയ്ത്, കുറച്ചുകൂടിയും പൈസ അമ്മായിമ്മ ചോദിച്ചതല്ലേ, അത് കൊടുക്കാമെന്ന് കരുതി. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഈ ലെറ്റർ നോമിതയ്ക്ക് കൊടുക്കാതിരിക്കാൻ, ഡിസൈഡഡ് നോട്ട് ടു ഗിവ് ദ ലെറ്റർ ടു നോമിത. നോമിതയ്ക്ക് ലെറ്റർ കൊടുക്കാതിരിക്കാൻ വേണ്ടി തീരുമാനിക്കുക. ഇതെപ്പോഴത്തെ കാര്യമാണ്? അത് കുറച്ച് മുമ്പ്. ഈ ലെറ്റർ കിട്ടിയപ്പോൾ അജിത്ത് എന്ത് ചെയ്തു? കുറച്ച് പൈസ ഓക്കെ, എന്നിട്ട് അമ്മായിമ്മക്ക് അയച്ചു കൊടുക്കുക എന്നുള്ള രൂപത്തിൽ, എന്നിട്ട് അത് ലെറ്റർ ചുറ്റി കൂട്ടിയിട്ട് എന്ത് ചെയ്തു? തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണ രൂപയിൽ അയാൾ പോക്കറ്റിൽ ഇട്ടു. പക്ഷേ അയാൾ എന്ത് ചെയ്തു? അത് ത്രോ ഇറ്റ് അവേ, അത് വലിച്ചെറിയാൻ അദ്ദേഹം മറന്നുപോയി. അതാണ് സംഭവിച്ചത്. ഹി ഹാസ് മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക്. അയാളെ ഭാഗത്ത് വലിയൊരു മിസ്റ്റേക്കാണ് സംഭവിച്ചത്. എന്താ മിസ്റ്റേക്ക്? ഇത് നോമിതയ്ക്ക് കൊടുക്കണ്ടെന്ന് അയാൾ കരുതി കൂട്ടിയിട്ട് എന്ത് ചെയ്തു? പോക്കറ്റിലിട്ട് പിന്നെ വലിച്ചെറിയാന്നുള്ളതുകൊണ്ട്. പക്ഷേ അയാൾ വലിച്ചെറിയാതെ പോയത് തൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു മിസ്റ്റേക്ക് എന്നുള്ളത് അജിത്തിന് മനസ്സിലായി. നോട്ട് ദാറ്റ് അജിത്ത് ഈസ് ഗോയിങ് ടു ഫീൽ അബേഷ്ഡ് അബൌട്ട് ദാറ്റ്. അജിത്തിന് എന്തില്ല? നോട്ട് ദാറ്റ് അജിത്ത് ഈസ് ഗോയിങ് ടു ഫീൽ അബേഷ്ഡ് അബൌട്ട് ദ. അബേഷ്ഡ് ലജ്ജിതമായി. എന്നാൽ അജിത്തിന് ഇതിൽ ഒരു ലജ്ജയും തോന്നിയിട്ടില്ല. അജിത്തിന് ഇതിന് കാരണം തൻ്റെ ഭാര്യനെ അറിയാതെ തൻ്റെ ഭാര്യയുടെ അമ്മ അയച്ച ലെറ്റർ ഭാര്യ കൊടുക്കാതെ വായിക്കുക, എന്നിട്ട് എറിയുക, അതിലൊന്നും അജിത്തിന് എന്ത് ചെയ്തില്ല? ഒരു മാനക്കേട് തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അജിത്തിന് ഇതിലൊന്നും വലിയ ലജ്ജയോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല എന്നുള്ളതാണ്. ഏതായാലും അജിത്ത് റൂമിലോട്ട് വരുന്നു. നോമിത അലറി വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, എപ്പോഴാണ് ലെറ്റർ വന്നതെന്നുള്ളത്. അപ്പോഴാണ് അജിത്ത് ഓർക്കുന്നത്, ഞാനപ്പോൾ അമ്മായിമ്മ കുറച്ച് പൈസ അയച്ചു കൊടുക്കാമെന്ന് കരുതി ഈ ലെറ്റർ നോമിതക്ക് കൊടുക്കാതെ കീശയിലിട്ടു, ചുറ്റുകൂട്ടി പിന്നെ വലിച്ചെറിയാത്ത വല്ലാത്തൊരു തെറ്റായി പോയി. അതുകൊണ്ടാണ് നോമിത കണ്ടത് എന്നുള്ളൊരു സംഗതി അയാൾക്ക് മനസ്സിലായി. പക്ഷേ തൻ്റെ ഭാര്യ അറിയാതെ ലെറ്റർ ഇങ്ങനെ പൊട്ടിച്ച് വായിക്കുന്നതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ലജ്ജയുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആസ് ദോ ട്രെയിൻ ടു ഹാഡ് ടു റിമെമ്പർ ഈ സേസ് ലെറ്റർ. അങ്ങനെ അയാളിങ്ങനെ ഓർത്തക്കണം, ലെറ്ററോ എന്നുള്ള രൂപത്തിൽ, അങ്ങനെ ഒരു ഓർമ്മയില്ലാത്ത രൂപത്തിൽ സംസാരിക്കണം കേട്ടോ. ലെറ്ററോ എന്നുള്ള രൂപത്തിൽ. വാട്ട് ലെറ്റർ? എന്ത് ലെറ്റർ? ഓ യെസ് ഇൻഡീഡ്. അത് ശരി. ദർ വാസ് എ ലെറ്റർ ഫ്രം യുവർ മദർ. അത് ശരി, ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. നിൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് എന്തുണ്ടായിരുന്നു? ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ഐ ജസ്റ്റ് ഹാഡ് ഇൻ ഗോട്ട് അറൗണ്ട് ടു ഗിവിങ് ടു യു. അത് തനിക്ക് തരാൻ വേണ്ടി എന്തെങ്കിലും ഒരു അവസരം ഉണ്ടായിട്ടില്ല.
അതുകൊണ്ടാണ് ഞാൻ കരുതി കൂട്ടി ചെയ്ത തന്നെ രൂപത്തിൽ പറയണം. ആ ലെറ്ററോ, അത് ശരി, ആ ലെറ്റർ ഉണ്ട് അല്ലേ, ഓക്കെ. ആ ലെറ്റർ എന്താണ്? നിൻ്റെ അമ്മയുടെ അടുത്ത് ലെറ്റർ ഉണ്ടായിരുന്നു, അത് നിന്നെ ചുറ്റും ഉണ്ടായിരുന്നില്ല, നീ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് തരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. വൈ ഹാഡൻറ്റ് യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? വൈ ആൻസർ മീ, വൈ ഹാഡൻറ്റ് യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? അപ്പോൾ ഇവള് ചൂടായിട്ട് ചോദിക്കുകയാണ് നോമിത, എന്തുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് തന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ആ ലെറ്റർ എനിക്ക് കൈമാറിയില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ശബ്ദത്തിൽ ചോദിച്ചു. അപ്പോൾ അജിത്ത് പറയണം, വാട്ട് എ നോയ്സൻസ്. അജിത്ത് സേസ്, അജിത്ത് പറയും, ഓ നോയ്സൻസ് പറഞ്ഞാൽ ശല്യം, എന്തൊരു ശല്യമാണ്. ഐ ഹാഡ് ഫോർഗോട്ടൺ, വാട്ട് എൽസ്? ഞാനത് മറന്നുപോയി, അല്ലാതെ എന്താ? അജിത്ത് പറയാണ്, അജിത്തിനോട് ചോദിക്കുകയാണ്. ആദ്യം നോമിത അജിത്ത് റൂമിലേക്ക് വരുമ്പോൾ ചോദിക്കുകയാണ് ഈ ലെറ്റർ എപ്പോഴാണ് വന്നതെന്നുള്ളത്. അവളങ്ങനെ ഓർത്ത്, ലെറ്റർ, ഏത് ലെറ്റർ? ഓ ആ ലെറ്റർ, ഓക്കെ, നിൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് ലെറ്റർ ഉണ്ടായിരുന്നു, അത് തനിക്ക് തരാൻ ഞാൻ എന്ത് ചെയ്തില്ല, അവസരം ഉണ്ടായില്ല എന്ന അർത്ഥത്തിൽ പറയണം. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ എനിക്ക് തന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അജിത്ത് പറയും, എന്തൊരു ശല്യമാണ് ഇനി എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കണം. എന്നിട്ട് അജിത്ത് പറയുകയാണ്, ഐ ഹാഡ് ഫോർഗോട്ടൺ വൈ എൽസ്. ഞാൻ ആ ലെറ്റർ കരുതി കൂടി തരാമെന്നൊന്നല്ല, എന്താ സംഭവിച്ചത്, ഞാനത് മറന്നുപോയി എന്നാണ് അജിത്ത് പറഞ്ഞത്. അപ്പോൾ നോമിത വളരെ ശബ്ദത്തിൽ ലയർ. ലയർ എന്ന് പറഞ്ഞാൽ എന്താ? നുണയൻ, അല്ലെങ്കിൽ നുണ പറയുന്ന ആൾ, നുണയൻ. നോമിത ഹിസ്സസ് ലൈക്ക് എ സ്നേക്ക്. ഹിസ് പറഞ്ഞാൽ ചീറ്റുക, പാമ്പൊക്കെ ചീറ്റൂലേ, അതേപോലെ എന്ത് ചെയ്തു, അവൾ ഒരു പാമ്പിനെ പോലെ ചീറ്റി എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചിട്ട് കള്ളൻ എന്നുള്ള വിളിച്ചു. വൈ ആർ യു സെയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്, ഡോണ്ട് പീപ്പിൾ ഫോർഗെറ്റ്. അപ്പോൾ അജിത്ത് പറയണേ, നീ എന്താ ഇങ്ങനെ നിൻ്റെ വായ തോന്നുന്നൊക്കെ വിളിച്ച് പറയണമല്ലോ, ഡോണ്ട് പീപ്പിൾ ഫോർഗെറ്റ്. എന്താ ജനങ്ങൾ മറക്കൊന്നുമില്ല, ഞാൻ മറന്നു പോയതാണ് ലെറ്റർ തരാമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇയാൾ മറന്നു പോയതാണല്ല, കരുതി കൂട്ടി കൊടുക്കാതിരുന്നതാണ്. അത് നോമിതക്കും അറിയാം, അതുകൊണ്ടാണ് നോമിത ഇങ്ങനെ ചൂടാകുന്നത്. നോ ദ ഡോണ്ട്, വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? നോമിത ചോദിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ ലെറ്റർ എന്ത് ചെയ്തു, പൊട്ടിച്ചു എന്നുള്ളത് നോമിത ചോദിക്കണം. ദിസ് ചാർജ് Ajit tries to scatter to the winds. What if I opened it? My own wife's letter. അപ്പോൾ അജിത്ത് നോമിത ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ലെറ്റർ പൊട്ടിച്ചു ചോദിക്കണം. അപ്പോൾ അജിത്ത് ഈ ഒരു ചോദ്യത്തെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കണം. ദിസ് ചാർജാണ് അവിടെ കുറ്റം ചുമത്തൽ. ഇതൊരു കുറ്റം ചുമത്താണല്ലോ അല്ലേ, കുറ്റപ്പെടുത്തല്ലേ, നോമിത തൻ്റെ ലെറ്റർ പൊട്ടിച്ചു എന്നുള്ളതൊരു കുറ്റമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അജിത്ത് അതിനെ ലഘൂകരിക്കാണ്. എന്താ പറയുക, അജിത്ത് ട്രൈസ് ടു സ്കാറ്റർ ടു ദ വിൻസ്. സ്കാറ്റർ ടു ദ വിൻസ് എന്ന് പറഞ്ഞാൽ കാറ്റിൽ പറത്തുക എന്നൊക്കെ അറിയില്ലേ. അജിത്ത് ചോദിക്കണം, വാട്ട് ഇഫ് ഐ ഓപ്പൺ ഇറ്റ് മൈ ഓൺ വൈഫ്സ് ലെറ്റർ. അജിത്ത് വളരെ നിസ്സാരവൽക്കരിച്ച് ലഘൂകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ വൈഫിൻ്റെ ലെറ്ററിൽ പൊട്ടിച്ച്. നോമിത എൻ്റെ വൈഫാണ്, ഞാൻ എൻ്റെ വൈഫിൻ്റെ ലെറ്റർ പൊട്ടിച്ചു, എൻ്റെ സ്വന്തം വൈഫിൻ്റെ ലെറ്റർ പൊട്ടിച്ചു, അതിനെന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ നോമിത ആകെ പിന്നെയും ദേഷ്യപ്പെട്ടാണ്. ബി ക്വൈറ്റ്, ഐ ടെൽ യു, for what reason should you open my letters? Haven't I told you 1,000 times not to? അവൻ നോമിത പറയും, ഒന്ന് നോമിത അജിത്തിനോട് പറയണം, ക്വൈറ്റ്, ശാന്തമാകും. ഫോർ വാട്ട് റീസൺ ഷുഡ് യു ഓപ്പൺ മൈ ലെറ്റേഴ്സ്? നിങ്ങൾ എൻ്റെ ഒരുപാട് ലെറ്ററുകൾ പൊട്ടിച്ച് വായിച്ചിട്ടുണ്ട്, എന്ത് കാരണത്തിൽ നിങ്ങൾ പൊട്ടിച്ച് വായിച്ച്? ഹാവിൻ്റ് ഐ ടോൾഡ് യു 1,000 times നോട്ട് ടു? ഞാനിപ്പോൾ ആയിരക്കണക്കിന് സമയം, അല്ലെങ്കിൽ 1000 തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് എൻ്റെ ലെറ്റർ പൊട്ടിച്ച് വായിക്കരുത് എന്നുള്ളത് എന്ന് പറഞ്ഞു. Ajit doesn't fear Nomida's anger. He fears a row. So he smiles an affected smile and says. അപ്പോൾ അജിത്ത് നോമിതയുടെ ദേഷ്യം അജിത്തിന് എന്ത് ചെയ്തില്ല, അജിത്തിനെ ഭയപ്പെടുത്തിയില്ല. പക്ഷേ ഈ ഫിയേഴ്സ് എ റോ എന്ന് പറഞ്ഞ ഒരു കോലാഹലം അജിത്തിന് മനസ്സിലായി, ഇത് മിക്കവാറും ഒരു കോലാഹലത്തിലോട്ട് പോകുന്നുള്ളൂ. കാരണം കൂട്ടുകുടുംബമാണ്, ഒരുപാട് ആളുകൾ അടിയിലുണ്ട്, ഓക്കെ, ഇവർ വീടിന് മുകൾ നിലയിലാണ്. അതുകൊണ്ട് അയാൾ ഇതൊന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഈ സ്മൈൽസ് ആൻഡ് അഫക്റ്റഡ് സ്മൈൽ ആൻഡ് സേസ്. അയാൾ വല്ലൊരു ചിരി ഇരിച്ചിട്ട് അയാൾ പറയണം, ഇഫ് യു ആർ ഫോർബിഡിങ് ഇറ്റ് ദെൻ ഇറ്റ് ഈസ് എ ഡെഫിനിറ്റ് സംതിങ്. അത് ശരി, നീ എന്നെ വിലക്കാണല്ലേ കത്ത് വായിക്കുന്നതിൽ, എന്നാൽ അതിലെന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് അജിത്ത് പറയണം. ഷുഡിൻ്റ് ഐ മേക്ക് ഷുവർ ദാറ്റ് നോ വൺ ഈസ് പാസിങ് യു ലവ് ലെറ്റേഴ്സ് ഇൻ സീക്രട്ട്? എന്നിട്ട് അജിത്ത് ചോദിക്കുകയാണ്, തനിക്ക് ആരെങ്കിലും പ്രേമലേഖനം തരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ഉറപ്പ് വരുത്തേണ്ടതെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഈ ലെറ്ററൊക്കെ പൊട്ടിച്ച് വായിക്കുന്നതെന്നുള്ളത്. എങ്ങനെയുണ്ട്? അതാണ് അജിത്ത് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അജിത്ത് ഒരു ന്യായീകരണം പറയാണ്, തനിക്കാരെങ്കിലും ലവ് ലെറ്റർ അയക്കണോ എന്ന് ഞാൻ നോക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പൊട്ടിച്ച് വായിക്കുന്നത്. ഇതുകൂടിയും കേട്ടപ്പോൾ നോമിതക്ക് ആകെ ദേഷ്യമായി. സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. അജിത്തിനോട് പറയാം നോമിത, ഒന്ന് നിർത്തൂ, വാട്ട് എ കോമൺ, എത്രമാത്രം തരം താന്ന വൾഗർ, മോശമായ വ്യക്തിയാണ് നിങ്ങൾ. ഒരു ഭാര്യ എത്രമാത്രം സംശയിക്കുകയോ എന്ന് ചോദിക്കണം. ഒരു ലെറ്റർ 2 ലെറ്ററൊക്കെ പൊട്ടിച്ച് വായിക്കണം, ഓക്കെ, പൊട്ടിച്ച് വായിച്ചിട്ട് ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഇത്രയും പൊട്ടിച്ച് വായിച്ചിട്ടും സംശയകരമായി ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ കഴിഞ്ഞ കാലത്തിൽ ചർച്ച ചെയ്ത കാര്യമാണ്. അങ്ങനെ നോമിത പറയണം, നിങ്ങൾ എത്രമാത്രം തരം താഴ്ന്ന വ്യക്തിയാണെന്നുള്ളത്.
ആഫ്റ്റർ ദിസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ അജിത്ത് ടു സ്മൈൽ ഈസ് ഫേക്ക് സ്മൈൽ എനി ലോങ്ങർ. ഇതും കൂടി കേട്ടപ്പോൾ അജിത്തിന് പിന്നെ ആ ഒരു തൻ്റെ കപടമായ പുഞ്ചിരി പിന്നെ പുഞ്ചിരിക്കാൻ സാധിച്ചില്ല. ഓക്കെ, അയാൾക്കും ദേഷ്യം വന്നു. ഇനി എന്താ സംഭവിക്കുന്നുള്ള നമുക്ക് നോക്കാം. Now he too picks up the poison knife. He says, is that so? Those who whine day and night and hold out their palms to their son-in-law, they are the high-class people. A dung picker's daughter becomes a queen and so. അപ്പോൾ ഇതുകൂടി കേട്ടപ്പോൾ അജിത്തിന് ആകെ ദേഷ്യമായി. അങ്ങനെ അജിത്തും എന്ത് ചെയ്യാണ്, തൻ്റെ ആ പോയ്സൺ നൈഫ് എന്ന് പറഞ്ഞാൽ തൻ്റെ മോശമായ വർത്തമാനം അജിത്ത് പറയാൻ ആരംഭിക്കാൻ. അദ്ദേഹം പറയാണ്, ഈസ് ദാറ്റ് സോ? അങ്ങനെയാണല്ലേ, ഓക്കെ. അപ്പോൾ സ്വന്തം ഭാര്യൻ്റെ ലെറ്റർ പൊട്ടിച്ച് വായിക്കുന്ന ഭർത്ത വളരെ മോശമാണല്ലേ എന്നൊരു രൂപത്തിൽ ചോദിക്കണം. എന്നിട്ട് അജിത്ത് പരിഹസിച്ചുകൊണ്ട് പറയണം, ദോസ് ഹു വൈൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് തേങ്ങുക എന്നുള്ള അർത്ഥമാണ്. ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ഓൾഡ് ഔട്ട് ദെയർ പാമസ് ടു ദെയർ സണ്ണില്ലോ. അജിത്ത് പരിഹസിച്ചുകൊണ്ട് പറയണേ, രാവും പകലും സണ്ണില്ലോ അല്ലെങ്കിൽ മരുമകൻ്റെ അടുത്ത് യാചിച്ചുകൊണ്ട് കൈ നീട്ടുന്ന ആളുകൾ എന്താണ്, ദേ ആർ ദ ഹൈ ക്ലാസ് പീപ്പിൾ. ഒരു വലിയ ആളുകൾ, ഹൈ ക്ലാസ് പീപ്പിൾ. ഇത് പരിഹസിക്കുകയാണ്. കാരണം രാവും പകലും എന്താണ്, നോമിതയുടെ അമ്മ എപ്പോഴും ലെറ്റർ അയച്ചുകൊണ്ട് അജിത്തിനോട് എന്ത് ചെയ്യും, പൈസ വയ്ക്കും. അപ്പോൾ അതൊന്നും ഒരു മോശമായ പ്രവൃത്തിയല്ലേ എന്നുള്ള രൂപത്തിലാണ് അജിത്ത് കളിയാക്കിക്കൊണ്ട് നോമിതയോട് പറയുന്നത്. പിന്നെ പറയുന്നു, ഡങ് പിക്കർ. ഡങ് പറഞ്ഞാൽ ചാണകം. ഡങ് പിക്കർ എന്നാൽ ചാണകം കോരുന്നുള്ളൂ. അപ്പോൾ ഇവരെ ജോലി ഒരു പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലും ജോലി ആയിരിക്കും. അപ്പോൾ ഡങ് പിക്കേഴ്സ് ഡോക്ടർ, ചാണകം കോരുന്ന ആളുടെ മകൾ ബിക്കംസ് എ ക്വീൻ. ചാണകം കോരുന്ന ആളുടെ മകൾ എന്താണ്, ഒരു രാജ്ഞിയാണ് അല്ലേ. അപ്പോൾ ഇത് കളിയാക്കി വയ്ക്കുക. കാരണം ചാണകം കോരുന്ന അവിടെ പറയാനുള്ള കാരണം വളരെ മോശമായ അല്ലെങ്കിൽ താഴ്ന്ന ജോലി എടുക്കുന്ന ആളുകളായിരിക്കും ആര്, നോമിതയുടെ ഫാമിലി അല്ലെങ്കിൽ നോമിതയുടെ അമ്മ, ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പറയാം. എന്നിട്ട് ക്വീൻ. അപ്പോൾ എന്താ സംഭവം, ഇത് കളിയാക്കി പറയണം. കാരണം അമ്മ പല പ്രാവശ്യം യാചിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഒരു മടിയുള്ള കാര്യമല്ലേ. അതുപോലെ തന്നെ അമ്മ തന്നെ പറയും നമ്മളെ മകളെ കുറിച്ചുള്ള രാജ്ഞിയാന്നുള്ളത്. എങ്ങനെയാണ് ഒരു ചാണകം കോരുന്ന ഒരു പെണ്ണിൻ്റെ മകൾ രാജ്ഞിയാവുക എന്നൊക്കെ രൂപത്തിൽ കളിയാക്കിക്കൊണ്ട് ചോദിക്കണം. ഇതുപോലും കേട്ടപ്പോൾ നോമിത ഉച്ചത്തിൽ ഷട്ടപ്പ് നോമിത യെൽസ്. നോമിത എന്തെയാണ്, അലറിക്കൊണ്ട് പറയാണ്. നോമിത എന്ത് വായ മൂടും എന്നുള്ള രൂപത്തിൽ പറയണം. അപ്പോൾ ദ റൂം ഈസ് ഓൺ ദ 3rd floor. ദാറ്റ്സ് എ ബ്ലെസ്സിങ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊക്കെ ഇവരെ വീട് 3 നിലയുള്ള വീടാണ്. ഇവർ ഏറ്റവും ടോപ്പിലാണ്, 3rd floorലാണ്. അതുകൊണ്ട് അതൊരു ബ്ലെസ്സിങ് ആണെന്നാണ് പറഞ്ഞത്, അനുഗ്രഹമാണെന്ന്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അതർവൈസ് വിത്ത് ദാറ്റ് സ്ക്രീം എവരി വൺ വുഡ് ഹാവ് കം ടു ലുക്ക്. അല്ലെങ്കിൽ ഇവർ ഈ ഒച്ചപ്പാട് കേട്ടിട്ട്, കൂട്ടുകുടുംബമല്ലേ, 26 മെമ്പേഴ്സ് ഉണ്ട്, ബാക്കിയുള്ള 24 മെമ്പേഴ്സിന് ചിലപ്പോൾ മേൽക്ക് കയറി നിന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് ഇത് 3ാമത്തെ നിലയിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ആരും കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഷട്ടപ്പ് അജിത്ത് റോഡ്സ് ഔട്ട്. അങ്ങനെ അജിത്തും തിരിച്ചു നോമിനോട് പറയണത് മിണ്ടാതിരി എന്നുള്ളത്. വാട്ട് ഷട്ടപ്പ്, ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് ഐ പ്ലീസ്. വാട്ട് വിൽ യു ഡു, ക്യാൻ യു ഡു എനിത്തിങ്. അങ്ങനെ അജിത്ത് പറഞ്ഞു, വാട്ട് ഷട്ടപ്പ്, ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് ഐ പ്ലീസ്. വാട്ട് വിൽ യു ഡു, ക്യാൻ യു ഡു എനിത്തിങ്. അങ്ങനെ അജിത്ത് പറയണം, നീ പറഞ്ഞല്ലോ മിണ്ടാതിരി. അജിത്ത് നോവിനോട് പറയാം, നീ ഷട്ടപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, മിണ്ടാതിരി എന്ന് പറയുന്നുണ്ടല്ലോ, തനിക്ക് എന്താ ചെയ്യാൻ കഴിയുക, ക്യാൻ യു ഡു എനിത്തിങ്, തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. പരിഹാസ രൂപത്തിൽ ഒരു പെണ്ണിനെ വളരെ പുച്ഛിച്ചുകൊണ്ട്, ഒരു പെണ്ണിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള സ്വരത്തിൽ അജിത്ത് നോമിതയോട് പറയണം, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കണം. അപ്പോൾ നോമിത പറയണം, ഐ കാൻറ്റ് ഡു എനിത്തിങ്. അപ്പോൾ നോമിത പറ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ, ഐ കാൻ ഡു എനിത്തിങ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്. ആൾമോസ്റ്റ് പാൻറ്റിങ്, ഓളാകെ കിതക്കുന്നുണ്ട്. നോമിത പ്രൊനൗൺസസ് ഈച്ച് വേർഡ് ക്ലിയർലി. അടുത്ത് പറയുന്ന ഓരോ വേർഡും വളരെ വ്യക്തമായിട്ട് നോമിത പറയണം. യു വാണ്ട് ടു സീ ഇഫ് ഐ ക്യാൻ ഡു എനിത്തിങ്. നോമിത പറയാണ്, അജിത്തിനോട് പറയണേ, നിങ്ങൾക്ക് കാണണോ എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾക്ക് കാണണോ എന്നുള്ളത് എന്ത് ചെയ്യാണ്, അജിത്തിനോട് തിരിച്ച് നോമിത ചോദിക്കണം. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഷീ ഡസ് സംതിങ് ദാറ്റ് ഈസ് അസ്റ്റോണിഷിങ്. വളരെ പെട്ടെന്ന് തന്നെ നോമിത എന്താണ്, അജിത്ത് വെല്ലുവിളിച്ചതല്ലേ നോമിതനെ, ഒരു പെണ്ണിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള അർത്ഥത്തിൽ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കണം. അപ്പോൾ നോമിത തിരിച്ചു ചോദിക്കണം, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണണമെന്ന് ചോദിച്ചിട്ട് നോമിത എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ അവൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുകയാണ്. അസ്റ്റോണിഷിങ്, ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഷീ ഗ്രാബ്സ് അജിത്ത്സ് മാച്ച് ബോക്സ് ദാറ്റ് ഈസ് ലൈൻ നിയർ ഹിസ് സിഗരറ്റ്സ് ഓൺ ദ ടേബിൾ ആൻഡ് ഷീ ലൈറ്റ്സ് എ മാച്ച് സ്റ്റിക്ക് ആൻഡ് ടച്ചസ് ഇറ്റ് ടു ഹർ സാരി. പെട്ടെന്ന് തന്നെ അജിത്തിൻ്റെ അവിടെ ഒരു ടേബിളുണ്ട്, ആ ടേബിളിന് കുറച്ച് സിഗരറ്റ് ഉണ്ട്, അതുപോലെ ആ സിഗരറ്റ് കത്തിക്കാനുള്ള ഒരു തീപ്പെട്ടിയുണ്ട്. ആ തീപ്പെട്ടിയിൽ നിന്ന് നോമിത ഒരു കൊള്ളി എടുത്തിട്ട് എന്താണ്, അവളത് വരുതിയിട്ട് അവളെന്ത് ചെയ്യുന്നു, തൻ്റെ സാരിൻ്റെ ഒരു തലക്കിൽ തീ കൊടുക്കും. അപ്പോൾ നോമിത ആ സാരിയെല്ലാം വിലപിടിപ്പുള്ള
നല്ല സാരിയാണ്. ആ സാരീൻ്റെ തലക്ക് എന്ത് ചെയ്യാണ് നോബിത തീ കൊടുക്കണം. ഇത് കണ്ടപ്പോൾ അജിത്ത് ആകെ നെട്ടിപ്പോയി. അജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇൻസ്റ്റൻ്റ്ലി ഇറ്റ് ഫ്ലൈസ് അപ്പ് ദ വെരി ഫൈൻ ആങ്കിൾ ഓഫ് എ വെൽത്തി വൈഫ് സാരി. ആങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം പൈസ ഉള്ള ഒരു സാരി ആയിരിക്കും. അപ്പോൾ ആ ഒരു സാരി എന്ത് ചെയ്യാണ് കത്താണ്. അത് വളരെ പെട്ടെന്ന് തന്നെ കത്തി പിടിക്കുക ചെയ്തു. ഇത് കണ്ടപ്പോൾ അജിത്ത് ആകെ പേടിച്ചു പോയി. ദ വെരി നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് അജിത്ത് ഹാവ് യു ഗോൺ മാറ്റ് he says and jumps to her side and grabs the burning patch and slaps it between his hands and puts out the fire. എന്താ സംഭവിച്ചത്? അജിത്ത് ആകെ പേടിച്ചു പോയി. അജിത്ത് പറഞ്ഞു നോമിതനോട്, കാരണം ഒരിക്കലും നോമിത ഇത് ചെയ്യുന്ന പ്രതീക്ഷയില്ല. നോമിതനോട് പറഞ്ഞു നിനക്കെന്താ ഭ്രാന്തായി പോയോ എന്ന് ചോദിച്ചു. ഹാവ് യു ഗോൺ മാറ്റ്? എന്നിട്ട് അയാൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, ഇത് ചോദിച്ചിട്ട് അജിത്ത് പെട്ടെന്ന് അവളെടുത്ത് ചെന്നിട്ട് ആ ബേണിംഗ് പാച്ച്, ആ കത്തുന്ന ഭാഗമല്ലേ സാരിയുടെ കത്തുന്ന ഭാഗം രണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കൈ കൊണ്ട് അടിച്ചു. ഈ സാൻസ് പുട്ട് ഔട്ട് ദ ഫയർ. എന്നിട്ട് എന്ത് ചെയ്തു, ഫയർ കെടുത്തി. സാരിയുടെ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് അടിച്ചിട്ട് ആ ഫയർ കെടുത്തി. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത് നൗ ഈസ് എ ലിറ്റിൽ അഫേർഡ്. ഇതുവരെ അജിത്തിനൊരു പേടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അജിത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് പേടിച്ചിട്ടുണ്ട്. കാരണം ഇവൾ എന്തും ചെയ്യാൻ മടിക്കൂല എന്നുള്ളത് മനസ്സിലായി. ഹി ലുക്ക്സ് ഫിയർഫുള്ളി അറ്റ് നോമിതാസ് ഫേസ്. വളരെ പേടിയോടെ നോമിതയുടെ മുഖത്തോട്ട് നോക്കി. സീസ് എ ഫയർ ബേണിംഗ് ദർ ബ്രൈറ്റ് ബ്ലേസിംഗ് റെഡ്. അപ്പോൾ അജിത്ത് നോമിതയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നോമിതയുടെ മുഖത്ത് എന്താണ്, അങ്ങനെ വെളിച്ചം ഒരു ജ്വലിക്കുന്നുണ്ട്, ഭയങ്കര കത്തുന്നുണ്ട് ചുവന്ന രൂപത്തിൽ. അത് ദേഷ്യത്തിൻ്റെ കത്തലാണ് കേട്ടോ. ആദ്യം പറഞ്ഞ കത്തൽ ഒറിജിനലുള്ള തീ കത്തൽ, രണ്ടാമത്തേത് ചില ആളുകളെ മുഖത്ത് നോക്കി നമുക്ക് തോന്നില്ല, മുഖം അങ്ങനെ കത്തുന്ന പോലെ തോന്നും ദേഷ്യത്തിൽ. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നോമിതയുടെ മുഖമുണ്ട്. ഹി ഡസൻറ്റ് ഹാവ് ദ കറേജ് ടു പുട്ട് ഔട്ട് ദാറ്റ് ഫയർ ബൈ സ്ലാപ്പിംഗ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ്. പക്ഷേ അജിത്തിന് ആ നോമിതയുടെ മുഖത്ത് വന്ന ദേഷ്യം എന്താണ്, തൻ്റെ കൈ കൊണ്ട് കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. സോ ഈ ടൈഡ്സ് ടു പോർ വാട്ടർ ഓൺ ഇറ്റ്. അതുകൊണ്ട് വെള്ളം ഒഴിക്കാണ്ട് തീരുമാനിച്ചു പറഞ്ഞാൽ എന്താ, യഥാർത്ഥത്തിൽ വെള്ളം ഒഴിക്കലല്ല, സോപ്പിടാന്നൊക്കെ അറിയില്ല, വാക്കുകളെ കൊണ്ട് സോപ്പിട്ടുകൊണ്ട് ദേഷ്യം ശമിപ്പിക്കുന്ന പരിപാടി. അത് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പായിട്ട് എന്താണ് അജിത്ത് എടുക്കുകയാണ്. കാരണം ഇനി ഇവരോട് ചൂടായി കഴിഞ്ഞാൽ പണി പാടുന്നുള്ള അജിത്ത് മനസ്സിലായി. കാരണം അതാണ് അവിടെ പറയുന്നത്. കാരണം സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ആണിനൊക്കെ എന്ത് ചെയ്യുക, പേടിപ്പിച്ച് നിർത്താൻ കഴിയും എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ഈ അറ്റംപ്റ്റ് ടു സ്പീക്ക് നോർമലി. വളരെ പ്രയാസത്തോടെ, കാരണം അജിത്ത് വളരെ താന്നുകൊണ്ട് സാധാരണ രൂപത്തിൽ എന്ത് ചെയ്തു, അജിത്ത് സംസാരിക്കാൻ തുടങ്ങി നോമിതയോട്. യു ലൂസ് ഓൾ കോമൺ സെൻസ് വെൻ യു ഗെറ്റ് ആംഗ്രി ഡോണ്ട് യു, എ വിമൻ ആൻഡ് സച്ച് ആങ്കർ ഹുഫ്. അപ്പോൾ അജിത്ത് വളരെ എന്താ പറയുക, ആ ഒരു ദേഷ്യം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. തനിക്ക് പെട്ടെന്ന് തൻ്റെ കോമൺ സെൻസ് നഷ്ടപ്പെടും. തനിക്ക് ദേഷ്യം വന്നാൽ തൻ്റെ കോമൺ സെൻസ് എന്ത് ചെയ്യും, പെട്ടെന്ന് തനിക്ക് നഷ്ടപ്പെടും. എന്തുമാത്രം ദേഷ്യമുള്ള ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ എന്താണ് എന്താണ് ഒരു ദേഷ്യപ്പെടുമ്പോൾ അതിനെ മയപ്പെടുത്താൻ വേണ്ടി അജിത്ത് പറയാണ്. അദ്ദേഹത്തിനാവുന്നല്ല, അദ്ദേഹത്തെ ദേഷ്യപ്പെടാൻ വേണ്ടിയത്. പക്ഷേ എങ്ങനെയൊക്കെയോ തൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്തുകൊണ്ട് അജിത്ത് വളരെ മയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് നോമിനോട്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, സ്ത്രീകളെപ്പോഴും എന്താണ് ഭർത്താക്കന്മാരും പോലൊക്കെ ചൂടാകുമ്പോൾ പാവമായി ഇരിക്കുകയാണ്, അവരൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒതുക്കാൻ മാത്രമുള്ള ഭർത്താക്കന്മാരെന്നുള്ള അർത്ഥം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. Who knows what Nomida would have said next, but right then her niece steps into the room. അപ്പോൾ അജിത്ത് ഇത് പറഞ്ഞപ്പോൾ തനിക്ക് ദേഷ്യം വന്നാൽ തനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നീ ഭയങ്കര ദേഷ്യമുള്ള സ്ത്രീ എന്നൊക്കെ വളരെ മയത്തിൽ അജിത്ത് പറഞ്ഞപ്പോൾ പിന്നീട് നോമിത എന്ത് മറുപടി പറഞ്ഞെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിനെന്ത് സംഭവിച്ചു, അവിടെ നീസ് എന്ന് പറഞ്ഞാൽ ഒരു അനന്തരവൾ, ഒരു റിനി എന്ന് പറഞ്ഞ ഒരു പെണ്ണ് വന്നിട്ട് എന്ത് ചെയ്യാണ്, അവിടെ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. നോമിതയുടെ അടുത്തേക്ക് റിനി എന്ന് പറഞ്ഞ ഒരാൾ വരികയാണ്. റിനി എന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്നിട്ട് എന്ത് ചെയ്യാണ്, നോമിതനോട് അവരുടെ റൂമിലോട്ട് കയറി വരികയാണ്. എന്നിട്ട് ആ റിനി എന്ന് പറഞ്ഞ വ്യക്തി പറയണെന്ത്, അല്ലെങ്കിൽ ആ പെണ്ണ് പറയാണ്, റിനി എന്ന് പറഞ്ഞ പെണ്ണ് പറയാണ്, റിനി അവർ ആരെങ്കിലും ആയിരിക്കും, ഇവരുടെ അജിത്തിൻ്റെ ജ്യേഷ്ഠൻ്റെയോ അല്ലെങ്കിൽ അനിയൻ്റെ ആരെയിലൊക്കെ മക്കളോ ആരെയിലായിരിക്കും. അവർ വന്നിട്ട് പറയാണ്, റിനി വന്നിട്ട് പറയാണ്, ഇമ്മീഡിയറ്റ്ലി ഷീ സേസ് പിയേഴ്സിംഗ്ലി സോ കോരിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കുഞ്ഞാമ അങ്ങനെയൊക്കെ പറയില്ലേ, അതിൽ ഈ 2 നമ്പർ ഇട്ടുകൊണ്ട് പുസ്തകത്തിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. എന്താണ് കോരിമ എന്നുള്ളതൊക്കെ ഉണ്ട്. ഫാദേഴ്സ് യങ്ങർ ബ്രദേഴ്സ് വൈഫ്, ഓക്കെ. പിന്നെ ഇതിൽ മെജോ വൈഫൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നമ്മുടെ പുസ്തകത്തിൻ്റെ ബാക്ക് ഭാഗത്തുണ്ട്. അങ്ങനെ ഈ റിനി പറഞ്ഞ പെണ്ണ് ഇവരിങ്ങനെ ചൂടാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് റൂമിലോട്ട് കയറി വരികയാണ്. എന്നിട്ട് ഈ റിനി പറയുകയാണെന്ത്, ക്വരീമ ഹൗ മച്ച് ലോങ് ഡസ് ദ വാഷർമാൻ ഹാവ് ടു വെയിറ്റ്. ഈ വാഷർമാൻ അടിയിൽ ഇനി എത്ര നേരങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗിവ് ഹിം എനി ഓഫ് യുവർ ക്ലോത്ത്സ് അറ്റ്ലീസ്റ്റ് ടെൽ ഹിം ദാറ്റ്. നിങ്ങൾക്കൊരു വസ്ത്രം കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ അയാളോട് പറഞ്ഞേക്ക് ഒരു വസ്ത്രവും ഇല്ല എന്നുള്ളത്. സത്യത്തിൽ റിനിക്ക് അറിയില്ല അവിടെ ആകെ അടിപിടിയാണ് നടക്കുന്നതെന്നുള്ളത്, ആർക്കും അറിയില്ല, വീട്ടിലുള്ള ആർക്കും അറിയില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇവള് വന്നിട്ട് പറയണം, റിനി വന്നിട്ട് പറയണത് ഭാഷണം എത്ര നേരം ഇനി വെയിറ്റ് ചെയ്യണം, നിങ്ങൾക്കൊന്നും കൊടുക്കാല്ലേ പറഞ്ഞേക്ക് ആളോടൊന്നും ഇല്ല എന്നുള്ളത്. ഫോർ എ സെക്കൻഡ് ഓർ ടു നോമിത ഈസ് still, perhaps recalling the washerman's face, waiting for her downstairs. Then she picks up the dirty clothes and starts sorting them. അപ്പോഴാണ് നോമിതയ്ക്ക് കാര്യം മനസ്സിലായത്, അടിയിൽ വാഷർമാൻ ഉണ്ടല്ലോ എന്നുള്ളത്. നോമിത എന്ത് ചെയ്തു, വസ്ത്രങ്ങളൊക്കെ കളക്ട് ചെയ്തു. എന്നിട്ട് വസ്ത്രങ്ങൾ തരം തിരിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ വസ്ത്രങ്ങൾ പല വിഭാഗം ഉണ്ടാവില്ല, ഓരോ തരം തിരിച്ച് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഷീ സേസ് ഇൻ എ കാം ടോൺ, വളരെ കാമായിട്ട് ശാന്തമായിട്ട് റിനിനോട് പറഞ്ഞത്, ഗോ ടെൽ ഹിം ഐ ആം കമ്മിങ്, ഐ ആം ബ്രിങ്ങിങ് ദ ക്ലോത്ത്സ്. വാഷർമാനോട് പറഞ്ഞേക്ക്, അലക്കാരനോട് പറഞ്ഞേക്ക് ഞാൻ വരുന്നുണ്ട്, ഓക്കെ ഞാൻ വസ്ത്രം കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു. നോമിത സ്പീക്സ് ഹർ മൈൻഡ്, so no one attacks her outright to her face. They only pinch her with sharp words. അപ്പോൾ ഇവിടെ പറയുന്നത് നോമിതയുടെ ഒരു സ്വഭാവമാണ് കേട്ടോ. അടുത്തവിടെ പറയുന്നത് നോമിത സ്പീക്കേഴ്സ് ഹർ മൈൻഡ്. നോമിത മനസ്സിലുള്ള തുറന്നിട്ട് പറയും. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ആളോട് സംസാരിക്കുന്ന ആളുകൾക്ക് പേടിയായിരിക്കും. സോ നോ വൺ അറ്റാക്സ് ഹർ ഔട്ട്റൈറ്റ്. അതുകൊണ്ട് തന്നെ ഔട്ട്റൈറ്റ് അതുകൊണ്ട് നേരെ അവളെ ആരും എന്ത് ചെയ്യാറില്ല, അറ്റാക്ക് ഇല്ല, തുറന്നടിച്ച ആരും അവളോട് സംസാരിക്കാറില്ല. ദ ഓൺലി പിഞ്ചർ വിത്ത് ഷാർപ്പ് വേർഡ്സ്. അവരെ കുത്തുവാക്ക് പറയാറേ ഉള്ളൂ. കാരണം തുറന്ന് പറയുന്ന ആളുകളോട് അങ്ങോട്ടും തിരിച്ചാരും തുറന്ന് പറയില്ല, പേടിച്ചിട്ട്. അതായത് നോമിതയുടെ സ്വഭാവം ഇവിടെ പറഞ്ഞതാണ്. ഹെർ സെക്കൻഡ് സിസ്റ്റർ ഇൻ ലോ നാത്തുൻ ഈസ് ഓൾമോസ്റ്റ് exhausted with work this morning, and seeing her, she puts a twisted smile on her set streaked face and says, well, that is something. At least you finally decided to come down from upstairs, Baba. അപ്പോൾ എന്താ സംഭവിച്ചാൽ വെച്ചാൽ നോമിത ഒരുപാട് നേരമായിട്ട് നോമിതയും അജിത്തും മേലെ റൂമിലുണ്ട് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ആളുകളെ വിചാരം എന്താ, ബാക്കിയുള്ള ഈ അജിത്തിൻ്റെ ജ്യേഷ്ഠൻ്റെയും അതുപോലെ തന്നെ അനിയൻ്റെയൊക്കെ വൈഫുള്ള അടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വീട്ടിലെ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കലും വസ്ത്രം ഇങ്ങനത്തെ ഓരോ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവൾ അടിയിലോട്ട് ഇറങ്ങി വരികയാണ് ഈ വസ്ത്രം കൊണ്ട്. ഈ റിനി പറഞ്ഞതിന് ശേഷം അവൾക്ക് ഓർമ്മ ഇവൾ അടിയിലോട്ട് ഇറങ്ങി വരും. അപ്പോൾ രണ്ടാമത്തെ സിസ്റ്ററിലോ അല്ലെങ്കിൽ നാത്തൂന് എന്ത് ചെയ്യാണ്, ഓളാകെ തളർന്നിട്ടുണ്ട്. ഈസ് ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ് വിത്ത് വർക്ക് ദിസ് മോർണിംഗ്. ഈ നാത്തൂനാകെ ജോലി ചെയ്ത് തളർന്നിട്ടുണ്ട്. അപ്പോൾ തളർന്ന് അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നോമിത ഇറങ്ങി വരുന്നത് കാണുന്നത്. സീനിയർ ഷീ പുട്സ് എ ട്വിസ്റ്റഡ് സ്മൈൽ ഓൺ ഹർ സെറ്റ് സ്ട്രീക്ക്ഡ് ഫേസ് ആൻഡ് സേസ്. ഓളെന്ത് ചെയ്തു, തൻ്റെ ഇങ്ങനെ ഒരു ചിരിച്ചിട്ട് ഒരു ആക്റ്റുള്ള ചിരിച്ചിട്ട് നോമിനോട് ചോദിക്കണം, വെൽ ദാറ്റ് ഈസ് സംതിങ്, അറ്റ് ലീസ്റ്റ് യു ഫൈനലി ഡിസൈഡ് ടു കം ഡൗൺ ഫ്രം അപ്സ്റ്റേഴ്സ് ബാബ. അത് ശരി. അപ്പോൾ നാത്തൂനെ കളിയാക്കിക്കൊണ്ട് നോമിനോട് പറയണേ, അവസാനം ഇനി കോണിപ്പടി ഇറങ്ങി വരാൻ തുടങ്ങിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ദർ ഈസ് നോ ഗുഡ് or bad time for you. You find the smallest excuse to go into a room and get cozy with your husband. Does the love talk never get old? അപ്പോൾ ഈ നാത്തൂൻ ചോദിക്കുകയാണ്, അവസാനം നീ ഇറങ്ങി വന്നൂലേ, ഓക്കെ തനിക്ക് എന്തെങ്കിലും ചെറിയൊരു എക്സ്ക്യൂസ് കിട്ടിയാൽ മതി തൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ ബെഡ്റൂമൊക്കെ പോകാൻ. എന്നിട്ട് നിങ്ങളവിടെ എന്താ ചെയ്യുന്നത്, കോസി പറഞ്ഞാൽ സുഖമായ വിത്ത് യുവർ ഹസ്ബൻഡ്. നീ നിൻ്റെ ഹസ്ബൻഡുമായിട്ടവിടെ സുഖിച്ചിരിക്കാല്ലേ. ഡസ് ദ ലവ് ടാക്ക് നെവർ ഗെറ്റ് ഓൾഡ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്നേഹ സംസാരം എന്ത് ചെയ്യില്ല, ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള വീട്ടിലുള്ള ആളുകളൊക്കെ എന്താ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, ഈ വീട്ടിൽ ഇവർ തമ്മിൽ വളരെ നല്ല സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അജിത്തും നോമിതയും ബെഡ്റൂമിലും എന്നുള്ളത്. സത്യത്തിൽ അവിടെ നടക്കുന്ന എന്താണ്, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യമാണ് അവിടെ നടക്കുന്നത്. അവിടെ അടിയും പിടിയും ഒച്ചപ്പാടും നടക്കുന്നത്. പക്ഷേ വീട്ടിലുള്ള ആരും അത് അറിയുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മുടെ ആശാപൂർണ്ണദേവി മറ്റൊരു കാര്യം നമുക്ക് തരുന്നുണ്ട്. ഒരു കൂട്ടുകുടുംബത്തിൽ ഒരാളുടെ പ്രശ്നം ചിലപ്പോൾ മറ്റുള്ളവർ അറിയണമെന്നില്ല, ഓരോ ബെഡ്റൂമിലുള്ള പ്രശ്നം ചിലപ്പോൾ ബാക്കിയുള്ളവർ അറിയണമെന്നില്ല. അപ്പോൾ നാത്തൂന് എന്താ വിചാരിച്ച്, ഇവൾ നല്ല സുഖിച്ച് കൈയാണ് ബെഡ്റൂമിൽ എന്നുള്ളതാണ് അവർ കരുതിയിട്ടുള്ളത്. സ്നേഹ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുക എന്നുള്ളത്. അതാണ് പരിഹസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത് നോമിതനോട് പറയുന്നത്. നോമിത ഇറങ്ങി വന്നപ്പോൾ നോമിത ലുക്ക്സ് അറൗണ്ട് ഓൺസ് ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ നോമിത അങ്ങനെ അടിക്ക് ഇറങ്ങി വന്നപ്പോൾ നോമിത അങ്ങനെ ചുറ്റും നോക്കി. അപ്പോൾ എല്ലാവരും നോമിതനെ നോക്കിക്കാണ്. സീസ് ദ ഹലി ബലി ഓഫ് ദ മോർണിംഗ്. ഹലി ബലി പറഞ്ഞാൽ കോലാഹലം. രാവിലെ ഏത് വീട്ടിലൊരു കോലാഹലം ഉണ്ടാവും ഇല്ലേ, പാത്രങ്ങളെ ശബ്ദവും അതുപോലെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ശബ്ദം ഇങ്ങനെ നോമിത അറ്റ്മോസ്ഫിയർ പിടിച്ചെടുക്കണം. അങ്ങനെ ഓൾ ഇതുവരെ ബെഡ്റൂമിൽ അജിത്തിനോട് ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് നിൽക്കായിരുന്നില്ലേ. അങ്ങനെ അടിയിലോട്ട് വന്നപ്പോൾ ഓളിങ്ങനെ എന്താണ് അവിടുത്തെ അന്തരീക്ഷം എന്നുള്ളത് നോക്കണം. അപ്പോൾ ആകെ ഒച്ചപ്പാടൊക്കെ ഉണ്ട്, എന്താണ് സാധാരണയുള്ള നോയ്സ് ഉണ്ട്. സി ദ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ ഓൺ ഐദർ സൈഡ്. നോമിതയുടെ രണ്ട് സൈഡിലും ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ പറഞ്ഞാൽ എന്താ, ജനങ്ങളിങ്ങനെ തടിച്ചു കൂടിയിരുന്നു. വീട്ടിൽ 26 മെമ്പേഴ്സില്ലേ. അപ്പോൾ നോമിത ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ രണ്ട് ഭാഗത്ത് നോമിതയുടെ സൈഡിൽ ആ വീട്ടിലെ ആളുകൾ ഇങ്ങനെ തടിച്ചു കുടിക്കുന്നുണ്ട്. അതാണ് ഫോറസ്റ്റ് എന്ന് ഉപയോഗിക്കാനുള്ള കാരണം.
ഹർ വോയിസ് മസ്റ്റ് നോട്ട് ട്രംബിൾ പറഞ്ഞാൽ ഇടറുക. അപ്പോൾ നോമിതനെ ഇപ്പം നോമിതനെ പരിഹസിച്ചുകൊണ്ട് നാത്തും പറഞ്ഞു, ഞങ്ങൾ റൂമിലിങ്ങനെ സുഖിച്ചിരിക്കാല്ലേ, ഞങ്ങൾ ഈ ലവ് സംസാരം ഒന്നും അവസാനിക്കൂല എന്ന് ചോദിച്ചു. അപ്പോൾ തൻ്റെ ശബ്ദം ഇടറാൻ പാടില്ല. നോമിത എന്ത് ചെയ്തു, അഭിനയിക്കണം. അവിടെ വേണമെങ്കിൽ അവൾക്ക് പൊട്ടിത്തെറിക്കാമായിരുന്നു, അജിത്തിൻ്റെ സ്വഭാവമൊക്കെ അവൾക്ക് വിളിച്ച് പറയാമായിരുന്നു. പക്ഷേ നോമിത വിളിച്ച് പറഞ്ഞില്ല എന്നുള്ളതാണ്. നോമിത എന്ത് ചെയ്തു, സോ ഷീ ടു സ്മൈൽസ് എ സ്മാൾ സ്മൈൽ ആൻഡ് സേസ് ഇൻ ആൻ എക്സ്ട്രീംലി സോഫ്റ്റ് വോയിസ്. നോമിത വളരെ പതുക്കെ നല്ല പുഞ്ചിരിച്ചുകൊണ്ട്, ഓ ഇറ്റ് ഈസ് നത്തിങ് ലൈക്ക് ദാറ്റ്, നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമല്ല, യു ഷുഡ് കം ആൻഡ് പീക്ക് ഇൻ സം ടൈം. പീക്ക് എന്നാൽ ഒളിഞ്ഞു നോക്കുക, വേണം നിങ്ങൾ വന്നിട്ടൊന്ന് ഒളിഞ്ഞു നോക്കുക ഞങ്ങളുടെ റൂമിൽ എന്താ നടക്കുന്നതെന്നുള്ളത്. ഔ ടാക്ക് ഈസ് ഓൾ ആംഗ്രി ടാക്ക്, ഡു യു നോ. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ സ്നേഹ സംസാരം എന്നല്ല, അവിടെ ദേഷ്യപ്പെട്ട സംസാരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളിത് പറയുമ്പോഴും എന്താണ്, ഇവളത്ര സീരിയസ് ആയിട്ട് ഇത് പറയുന്നത്, ചിരിച്ചുകൊണ്ട് പറയാം. അപ്പോൾ എല്ലാവരും കരുതുന്നത് എന്താ, ഇവളിതൊക്കെ തമാശ പറയുകയാണെന്നാണ് കരുതുന്നത്. അപ്പോൾ മെജോ വൈഫ് പറഞ്ഞാൽ വേറൊരു ഭർത്താവിൻ്റെ മറ്റൊരു സഹോദരൻ്റെ ഭാര്യ. മെജോ വൈഫ് ലോഫൂസ് ഹോ ആൻഡ് സേ സ്റ്റോപ്പ് ഇറ്റ് നോ വൈഫ്, ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പേഴ്സ് സ്പിനാച്ച്, വി ഹാവിൻ ബീൻ റൈസ്ഡ് ഓൺ ഡോങ്കി ഗ്രാസ്. അപ്പോൾ വേറെ നാത്തൂന് എന്താ പറഞ്ഞാൽ, നീ ഇങ്ങനെ നിങ്ങൾ തമ്മിൽ അവിടെ ഇങ്ങനെ അടിപിടി കൂടാണ് എന്നൊന്നും നീ പറയണ്ട, ഞങ്ങൾക്കറിയാം നിങ്ങളവിടെ നല്ല സുഖിച്ച് കയ്യാണെന്നുള്ളത് ബെഡ്റൂമിൽ. വി ഹാവിൻ ബീൻ റൈസ്ഡ് ഓൺ ഡോങ്കി ഗ്രാസ്. ഞങ്ങൾ ഡോങ്കി ഗ്രാസ് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ഒരു പ്രയോഗമാണ്. എന്താ നമ്മൾ സാധാരണ പറയില്ലേ, ഞങ്ങളൊക്കെ അരിയാരം കഴിച്ചാണ് വളരുന്നതെന്ന് പറയില്ല, അല്ലെ ഞങ്ങളൊക്കെ അരിയാരം തിന്നുന്ന ആളുകളാണെന്ന് പറയില്ലേ, അതാണ് പറയുന്നത്. വൈ ഡു വി നീഡ് ടു പീക്ക്, ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നത്. വാട്ട് യു ആർ ഷോവിങ് ആസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ് 24 hours ആയിട്ട്. ഞങ്ങൾക്കറിയില്ല 24 മണിക്കൂറും നീയും അജിത്തും ഞങ്ങളുടെ മുന്നിൽ എന്താ കാട്ടിക്കൂട്ടുന്നുണ്ട്, അതിന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്, നിങ്ങൾ ബെഡ്റൂമിൽ ഭയങ്കര സ്നേഹത്തിലാണെന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബത്തിൽ സത്യത്തിൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കണം. നോമിതയും അജിത്തും തമ്മിൽ എന്നും വയക്കാണ് റൂമിൽ, പക്ഷേ അവൾ റൂമിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ അഭിനയിക്കുകയാണ്. ആ ബാക്കിയുള്ള വിചാരം എന്താ പോലെ ഭയങ്കര സ്നേഹത്തിലാണെന്നുള്ളതാണ്. ഓക്കെ, അതും കൂടിയും ഇതിൽ നമ്മുടെ ആശാപൂർണ്ണദേവി വെളിവാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നോമിത ലോഫ് ഇസ് എ ലോഫ് ദാറ്റ് ക്യാൻ ബ്രിങ് ആൻ അട്രാക്റ്റീവ് ഫ്ലഷ് ടു എ വൈറ്റ് ഫേസ്. ആഫ്റ്റർ ലോഫിങ് ദാറ്റ് ലോഫ് ഷീ സേസ് ഗോ ഓൺ യു സേ ദ നോട്ടിയസ്റ്റ് തിങ്സ്. ഇപ്പം നോമിത പറയാണ്, നോമിതയുടെ ചിരിച്ചിട്ട് പറയണത്, അവളെ മുഖത്തിന് ഫ്ലഷായി, മുഖം അങ്ങനെ ചുവന്നിട്ട് അവൾ പറയണത്, ആഫ്റ്റർ ലോഫ് ഇൻ ദാറ്റ് ലോഫ്, അവൾ ആ ചിരിച്ച് കഴിഞ്ഞിട്ട് അവൾ പറയാണ്, ഗോ ഓൺ യു സേ ദ നോട്ടിയസ്റ്റ് തിങ്സ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞു. കാരണം നാത്തൂർ ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആശാപൂർണ്ണദേവി പറയുന്നത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ചില കുടുംബത്തിൽ ഒരുപാട് ആളുകളുണ്ടാവും, പക്ഷേ നമ്മൾ കരുതും അവർ ഭയങ്കര സ്നേഹത്തിലാണ് ആൾക്ക് കരുതും, പക്ഷേ ബെഡ്റൂമിൽ നടക്കുന്ന മറ്റൊന്നായിരിക്കും. അപ്പോൾ ഒരു വീട്ടിലെ യഥാർത്ഥ അവസ്ഥ മറ്റുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കില്ല എന്നുള്ളൊരു സത്യാവസ്ഥയും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ആശാപൂർണ്ണദേവി നോമിതയുടേതും അജിത്തിൻ്റേതും അല്ലെങ്കിൽ നോമിയുടേതും അജിത്തിൻ്റേതും മായ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ വ്യക്തമാക്കി നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അടുത്ത് നോക്കിക്കോ, ദ ബിസി ബോറോ വൈഫ് റൺസ് അപ്പ്. ഇവിടെ ബോറോ വൈഫ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സഹോദരൻ്റെ ഭാര്യ. ഓക്കെ, ഹാവ് യു ചോപ്പർ ദ വെജിറ്റബിൾ സെറ്റ്. അപ്പോൾ അവൾ ചോദിക്കണം, ഇവിടെ ബാക്കിയുള്ള നാത്തുമാരൊക്കെ ഭയങ്കര പണിയിൽ എന്താണ് വീട്ടുജോലിയിൽ ഏർപ്പെടുമ്പോഴാണ് ഇവർ രണ്ടുപേരും ബെഡ്റൂമിൽ ഇങ്ങനെ ഉച്ചത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുകയാണ്. പക്ഷേ ബാക്കിയുള്ളവർ തെറ്റിദ്ധരിച്ചിട്ടുള്ള എന്താ, അവർ ഭയങ്കര സ്നേഹ സംസാരത്തിലാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിലാണെന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ മറ്റേ നാത്തും ചോദിക്കണം, ഹാവ് യു ചോപ്പർ ദ വെജിറ്റബിൾ സെറ്റ്. ഇപ്പോൾ ചോപ്പറിന് അറിയുക, നിങ്ങൾ വെജിറ്റബിൾ ഇപ്പോഴും കട്ട് ചെയ്തിട്ടില്ലേ, ഓർ ആർ യു ജസ്റ്റ് ടെല്ലിങ് സ്റ്റോറീസ്, നിങ്ങളിങ്ങനെ കഥ പറഞ്ഞിരിക്കണോ. ബാക്കിയുള്ള എല്ലാവരും കൂടി ചോദിക്കാം കേട്ടോ, നോമിനോട് മാത്രമല്ല. ആൻഡ് സഡൻലി ഷീ സ്റ്റോപ്പേഴ്സ് ആൻഡ് സ്റ്റാർട്ടേഴ്സ്. പെട്ടെന്ന് ഇത് പറഞ്ഞിട്ട് ആ സ്ത്രീ എന്ത് ചെയ്തു, തൻ്റെ സംസാരം നിർത്തി, എന്നിട്ട് നെട്ടി, എന്നിട്ട് ചോദിക്കണം, വാട്ട്സ് ദാറ്റ്, വാട്ട് ഈസ് ദിസ് അൺലക്കി തിങ്. നോ വൈഫ്, നോമിനോട് ചോദിക്കണം, നോ വൈഫാണ് നോമിത കേട്ടോ. നോമിനോട് ചോദിക്കണം, എന്താണ് ഈ സാധനം, എന്താണ് ഈ ദൗർഭാഗ്യകരമായ കാര്യം, എന്താ, ഹൗ ഡിഡ് യു ബേൺ യുവർ ഹാങ്ക് ഓൾ ദാറ്റ് വേ. അല്ല, നിൻ്റെ സാരി എങ്ങനെ കത്തിയതെന്ന് വെച്ചു. അപ്പോൾ സത്യത്തിൽ സാരി എങ്ങനെ കത്തിയിട്ടുള്ളത്, നോമിത തീ കൊടുത്താണ് അല്ലേ. തനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് അജിത്ത് ചോദിച്ചപ്പോൾ തനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നോമിത കാണിച്ചു കൊടുത്താണ്. പക്ഷേ നോമിത പറയില്ല. നോമിത പറഞ്ഞു, നോമിത 2 സ്റ്റാർട്ടേഴ്സ് ബട്ട് ഓൺലി ഫോർ എ മൊമെന്റ്. നോമിത നെട്ടി, ഇതുപോലെ കണ്ടോ എന്നുള്ള രീതിയിൽ. ദ നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് ഷീ ഫോൾഡ്സ് ദ ആങ്കോൾ ബാക്ക് ക്വിക്ലി ആൻഡ് സ്റ്റേസ് ലോഫിങ്. പെട്ടെന്ന് അവൾ ആ സാരി ഇങ്ങനെ ബാക്ക് മറച്ചു വെച്ചിട്ട് പറഞ്ഞു, ഓ ഡോണ്ട് റിമൈൻഡ് മീ, ഇറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് യു കീപ്പ് വാണിങ് മീ അബൌട്ട്. അത് ഒന്നുമില്ല, നിങ്ങൾ എന്നോട് എപ്പോഴും മുന്നറിയിപ്പ് തരാറില്ലേ. ഐ ഡിഡിൻ ലിസൺ ആൻഡ് സീ വാട്ട് ഹാപ്പൻഡ്. ഞാൻ നിങ്ങളെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കാറില്ല, എന്താ സംഭവിച്ച് കണ്ടില്ലേ.
എന്താണ് ഐ യൂസ്ഡ് മൈ ആംഗിൾ ടു ലിഫ്റ്റ് എ ഹോട്ട് പോട്ട് ഓഫ് വാട്ടർ ഓഫ് ദ സ്റ്റവ് ആൻഡ് ദാറ്റ് ഡിഡ് ഇറ്റ്. അപ്പോൾ നോമിത നുണ പറയുകയാണ് ചെയ്തത്. നോമിത പറഞ്ഞാൽ എന്താ, ശരിക്കും നോമിത തീ കൊടുത്ത് കത്തിച്ചാണ്. പക്ഷെ നോമിത പറഞ്ഞു, നിങ്ങൾ എന്നോട് എപ്പോഴും പറയാറില്ലേ ഇങ്ങനെ ചൂടുള്ള പാത്രം എന്തെങ്കിലുമൊക്കെ ഇറക്കി വെക്കുമ്പോൾ, അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കുമ്പോൾ സാരി പിടിച്ച് ഇറക്കി വെക്കരുത് എന്നുള്ളത് ഞാനത് കേട്ടില്ല, ഞാൻ അങ്ങനെ സാരി പിടിച്ച് ഇറക്കി വെച്ചപ്പോൾ കത്തി പോയതാണെന്ന് നോമിത എന്ത് ചെയ്തു, നുണ പറഞ്ഞു. ചില സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവില്ല, വീട്ടിൽ കൈക്കൽ അങ്ങനെ കാര്യങ്ങളില്ലെങ്കിൽ ഈ പാത്രം കൂട്ടി പിടിക്കാനുള്ള സാധനമല്ലേ അവരെന്ത് ചെയ്യും, അവരെ വസ്ത്രം കൊണ്ട് അവരെ കൂട്ടി പിടിക്കും, അവരെ തട്ടം കൊണ്ടോ അതിനൊക്കെ. അപ്പോൾ നോമിത നുണ പറഞ്ഞു. ഇവിടെ വേണമെങ്കിൽ നോമിതയ്ക്ക് എന്ത് ചെയ്യാമായിരുന്നു, താനും തൻ്റെ ഭർത്താവും അതിശക്തമായ വാഗ്വാദത്തിൽ ഏർപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു, എന്നോട് എന്ത് ചെയ്യാൻ കഴിയും തനിക്കെന്ന് ചോദിച്ചു. ഞാൻ തീപ്പെട്ടി വരച്ചുകൊണ്ട് തീ കൊടുത്താന്നൊക്കെ നോമിതയ്ക്ക് പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞ് അജിത്തിന് എന്ത് ചെയ്യാമായിരുന്നു, വളരെ തരം താഴ്ത്താമായിരുന്നു. പക്ഷെ അതൊന്നും നോമിത ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നോമിത പുൾസ് ദ ബാസ്ക്കറ്റ് ഓഫ് പൊട്ടാറ്റോസ് ടുവാർഡ്സ് ഹെർ സെൽഫ് ആൻഡ് സിറ്റ് ഡൗൺ ടു പീൽ പൊട്ടാറ്റോസ്. അങ്ങനെ നോമിത എന്ത് ചെയ്തു, അവിടെ ഒരു പൊട്ടാറ്റോ ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു ഒരു ബാസ്ക്കറ്റിൽ. അതെടുത്തിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ കളയാൻ തുടങ്ങി. തൊലി കളയുമ്പോൾ ആൻഡ് ഇൻ യർ മൈൻഡ് ഷീ കീപ്പ് തിങ്കിങ് അബൌട്ട് ഹൗ ഷീ മൈറ്റ് ബി ഏബിൾ സീക്രറ്റ്ലി ടു സെൻഡ് യുവർ മദർ എ ഫ്യൂ റുപ്പീസ്. അങ്ങനെ അവൾ അമ്മയ്ക്ക് ഇനി ഒരു സഹായം അയക്കൂല എന്നൊക്കെ പറഞ്ഞെങ്കിലും മുമ്പ് പറഞ്ഞിരുന്നല്ലോ നോമിത. പക്ഷേ നോമിത അങ്ങനെ ആലോചിക്കുകയാണ്, ഈ പൊട്ടാറ്റോയുടെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, എല്ലാം തൻ്റെ അമ്മയ്ക്ക് അങ്ങനെ രഹസ്യമായിട്ട് കുറച്ച് പണം അയച്ചു കൊടുക്കാമെന്നാണ് നോമിത ആലോചിച്ച്, എൻ്റെ ഭർത്താവ് അറിയാതെ. ഓക്കെ, ഷീ കാൻ റിയലി റൈറ്റ് ടു ഹർ. അവൾ ആദ്യം പറഞ്ഞില്ല അമ്മയ്ക്ക് എഴുതണം എന്നല്ല, പക്ഷെ അങ്ങനെ അമ്മയ്ക്ക് എഴുതാൻ കഴിയൂല. അമ്മക്ക് എന്താണ്, അമ്മയോട് അവൾക്ക് എഴുതാൻ കഴിയൂല. എന്താണ് അവൾ ആദ്യം തീരുമാനിച്ചിരുന്നത്, ഐ കാൻ ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. എന്നിൽ നിന്ന് ഒന്നും ഈ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്ത്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് അവൾ ആദ്യം എഴുതാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എഴുതാൻ കഴിയില്ല. അവൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എന്താണ് തീരുമാനിച്ചു പോയതാണല്ലോ. Over there, the entire village knows Nomida is a keen. Nomida's husband is high-minded, large-hearted. പിന്നെ അവളെ ഗ്രാമത്തിലുള്ള, കാരണം ഈ അമ്മ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ കുടുങ്ങി കഴിഞ്ഞാൽ നാണക്കേട് ആർക്കാൻ നോമിതക്കനാണ്. കാരണം ആ ഗ്രാമത്തിലുള്ള വില്ലേജിലുള്ള ആളുകൾ മുഴുവൻ വിചാരിച്ചിട്ടുള്ള എന്താ, നോമിത രാജ്ഞിയെ പോലെയാണ് ഈ വീട്ടിൽ കഴിയുന്നതെന്നും നോമിത ഹസ്ബൻഡ് ഹൈ മൈൻഡഡ് ലാർജ് ആയിട്ട് വിശാല ഹൃദയവും മഹാമനസ്കനുമാണ് നോമിതയുടെ ഭർത്താവ് എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയും പൈസ കൊടുക്കാഞ്ഞാൽ നോമിതയുടെ അമ്മ അതിൽ വീണ് കഴിഞ്ഞാൽ മരിക്കുക എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ മോശം നോമിതക്ക് തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ തൻ്റെ ഭർത്താവിനെ മാനം കെടുത്താൻ നോമിതക്ക് എന്തില്ല, ഇഷ്ടമില്ല എന്നുള്ളത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് ആശാപൂർണ്ണദേവി പറയണം, പല വീട്ടുകളിലും അവസ്ഥ അതാണ്. ഭർത്താക്കന്മാരുടെ യഥാർത്ഥ സ്വഭാവം സ്ത്രീകൾ പുറത്ത് പറഞ്ഞാൽ, ഭർത്താക്കന്മാർ നാട്ടിലും കുടുംബക്കാരുടെ ഇടയിലൊക്കെ നല്ല ആളായിരിക്കും അല്ലേ, പക്ഷെ അവരുടെ യഥാർത്ഥ സ്വഭാവം ആർക്കേ അറിയുള്ളൂ, സ്വന്തം ഭാര്യയ്ക്കേ അറിയുള്ളൂ. പക്ഷെ ആ ഒരു യഥാർത്ഥ സ്വഭാവം പൊളിച്ച് പുറത്ത് കൊണ്ടുവരാൻ 99.9% ഭാര്യമാരും എന്ത് ചെയ്യാറില്ല, തയ്യാറാവാറില്ല എന്നുള്ളത്. വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഭാര്യമാർക്ക് അവരുടെ ഭർത്താവിൻ്റെ ആ മുഖം മൂടി വലിച്ചു ചീന്താൻ സാധിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം ആശാപൂർണ്ണ ഇതിലൂടെ പറയണം. അത് തന്നെയാണ് ആശാപൂർണ്ണദേവി അടുത്ത പാരാഗ്രാഫിലും പറയുന്നത്. ദിസ് ഈസ് പ്രിസൈസ്ലി വൈ ഐ കമ്പയർ വുമൻ ടു മാച്ച് ബോക്സസ്. ആശാപൂർണ്ണദേവി. അപ്പോൾ കഥ അവിടെ അവസാനിക്കണം കേട്ടോ, കഥ അവിടെ അവസാനിച്ചു. അപ്പം ഇനി എന്താണ് മാച്ച് ബോക്സും സ്ത്രീയും തമ്മിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറയണം. അപ്പോൾ അതോടെ അവിടെ കഥ അവസാനിക്കുകയാണ്. ഇനി ആശാപൂർണ്ണദേവി പറയാണ്, ഇതാണ് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത്. വൈ ഐ കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. ഞാൻ എന്തുകൊണ്ടാണ് സ്ത്രീയെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, ഉപമിക്കുന്നത് എന്നുള്ളത്. കാരണം എന്താ, ഈവൻ വെൻ ദേ ഹാവ് ദ മെറ്റീരിയൽസ് വിത്തിൻ ദംസെൽസ് ടു സെറ്റ് ഓഫ് മെനി റാഗിംഗ് ഫയേഴ്സ്, ദ നെവർ ഫ്ലേപ്പ് ആൻഡ് ബേൺ അവേ ദ മാസ്ക് ഓഫ് മെൻസ് ഹൈ മൈൻഡഡ്നെസ്, ദ ലാർജ് ഹാർട്ട്നെസ്. ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിമിഷ നേരം കൊണ്ട് ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ വിശാല മനസ്കത അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ എന്താണ് തൻ്റെ ഭർത്താവിൻ്റെ മഹാമനസ്കത തുറന്നു കാട്ടാൻ സാധിക്കും. അത് കത്തിച്ച് ചാമ്പലാക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ അജിത്തിനെ കുറിച്ച് എല്ലാവരും അജിത്തിനെ കുറിച്ച് നോമിതയുടെ അമ്മയും നോമിതയുടെ നാട്ടുകാരും അതേപോലെ തന്നെ അജിത്തിൻ്റെ വീട്ടുകാരൊക്കെ എന്താ കരുതിയിട്ടുള്ളത്, ഭയങ്കര വിശാല മനസ്കനായ ഭയങ്കര നല്ലൊരു മനുഷ്യനാണെന്നാണ് കരുതിയിട്ടുള്ളത്. പക്ഷെ അതൊരു മുഖംമൂടിയാണ്. ആ മുഖംമൂടി വേണമെങ്കിൽ ഏത് നിമിഷവും നോമിതക്ക് എന്ത് ചെയ്യാൻ കഴിയും, കത്തിച്ച് കളയാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ അത് നോമിത എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ നോമിതയ്ക്ക് ചെയ്യാമായിരുന്നു, അതേപോലെ തന്നെ സാധാരണ സ്ത്രീകൾക്കത് ചെയ്യാമായിരുന്നു. പക്ഷേ ദ ഡോണ്ട് ബേൺ അവേ ദെയർ ഓൺ കളർഫുൾ ഷെയ്ഡ്സ്. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, അതൊന്നും
പല സ്ത്രീകളും അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ്. അങ്ങനെ അവർക്ക് അവരുടെ ഭർത്താവിനെ കുറിച്ചും പിന്നെ ഒരു മോശമായ അഭിപ്രായമല്ലേ വരിക. അതുകൊണ്ട് അവരത് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ദ വോണ്ട് ബേൺ ദം ദ മെൻ നോ ദിസ് ടു. ഒരിക്കലും സ്ത്രീകൾ എന്ത് ചെയ്യാറില്ല, ഇങ്ങനെയുള്ള കപട കാര്യങ്ങളൊന്നും പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. തൻ്റെ ഭർത്താവിൻ്റെ ഒരു പ്രശ്നങ്ങളും സ്ത്രീകൾ പുറത്തേക്ക് വലിച്ചേക്കാറില്ല പല സ്ത്രീകളും എന്നുള്ളതാണ്. ഇത് ആർക്കറിയാം? ഇത് ആണുങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. തൻ്റെ വൈഫിനെ തനിക്ക് എന്തും ചെയ്യാം. അതൊന്നും ഈ സമൂഹത്തോടോ വീട്ടുകാരോടോ അല്ലെങ്കിൽ തൻ്റെ എന്താ പറയുക വൈഫ് തൻ്റെ മാതാവിനോടോ ഒന്നും ഇത് പറയില്ല എന്നുള്ളത് ആർക്ക് വ്യക്തമായിട്ട് അറിയാം? പുരുഷന്മാർക്കും അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ പുരുഷന്മാർ സ്ത്രീകളെങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമെന്നാണ് ആശാപൂർണ്ണദേവി പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് വൈ ദ ലീവ് ദം സ്കാറ്റേഡ് സോ കെയർലെസ്ലി ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, എനിവർ. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? സ്ത്രീകളെ തീപ്പെട്ടി ഇടുന്നത് പോലെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ എന്താ പറയുക അടുക്കളയിലോ അല്ലെങ്കിൽ അടുക്കളയോട് ചാരുള്ള റൂമിലോ അവിടെയും ഇവിടെയൊക്കെ സ്ത്രീകളിങ്ങനെ വെറുതെ ഒരു അലിഞ്ഞ് അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഭർത്താക്കന്മാർ അത്ര ഒരു ഇമ്പോർട്ടൻസ് സ്ത്രീകൾക്ക് കൊടുക്കാറില്ല, പുരുഷന്മാർ സ്ത്രീകൾക്ക് കൊടുക്കാറില്ല. കാരണം അവരെന്ത് കാട്ടിയാലും അവർ തിരിച്ചു കാട്ടില്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആരുടെ മനസ്സിലുണ്ട്? അതിനുള്ളൊരു ധാരണ പുരുഷന്മാരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? അതിനല്ലേ നമ്മൾ തീപ്പെട്ടി നമ്മൾ അവിടെയും ഇവിടെ ഇടുന്നത്? തീപ്പെട്ടി എന്തെങ്കിലും അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, നമുക്കറിയാം, അതിന് ശക്തി ഉണ്ടായില്ല. അതേപോലെ തന്നെ സ്ത്രീകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പുരുഷന്മാർക്കറിയാം. അതുകൊണ്ടാണ് അവരെ എന്ത് ചെയ്യുന്നത്? മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാതെ അവിടെയും ഇവിടെയൊക്കെ വീടിൻ്റെ ഒരു മൂലക്ക് ഉപേക്ഷിക്കുന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അല്ലെ അവിടെ ജീവിക്കാൻ അവിടെയും ഇവിടെയൊക്കെ അവരെ വലിയൊരു അവർക്കൊരു പ്രാധാന്യം കൊടുക്കാത്തതെന്നുള്ളത്. എന്നിട്ട് പറയുന്നു ക്വയറ്റ് വിത്തൗട്ട് ഫിയർ ദ പുട്ട് ദം ഇൻ ദർ പോക്കറ്റ്സ്. ഇപ്പോൾ തീപ്പെട്ടി നമ്മൾ എന്താ ചെയ്യാറ്? ഒരു പേടിയില്ലാതെ നമ്മൾ പോക്കറ്റിലിടും. എത്രയോ 100 ലങ്കകളെ വരെ നശിപ്പിക്കാനുള്ള ശക്തി തീപ്പെട്ടിക്കുണ്ട്. എന്നാലും നമ്മൾ തീപ്പെട്ടി പോക്കറ്റിലിട്ട് കൂളായിട്ട് നടക്കൂലേ? അതേപോലെ തന്നെ എന്ത് ചെയ്യും? വളരെ സുഖമായിട്ട് സ്ത്രീകൾ എന്ത് ചെയ്യും? പുരുഷന്മാർ തൻ്റെ അണ്ടറിൽ ഇങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ്. വളരെ കൂളായിട്ട് തൻ്റെ പോക്കറ്റിലിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ എന്തർത്ഥം? തൻ്റെ അണ്ടറിൽ കൊണ്ടുപോകും. അവർ ഒന്നും എന്ത് ചെയ്യില്ല, അവിടെ പ്രശ്നങ്ങൾ ഈ സമൂഹത്തോട് പറയില്ല എന്നുള്ളൊരു ധാരണയാണുള്ളത്. ഓക്കെ, അപ്പോൾ ആശാപൂർണ്ണ ദേവിയുടെ മാച്ച് ബോക്സ് നല്ല രസകരമായ, അതിലേറെ ഒരുപാട് മീനിങ് അർത്ഥവത്തായ ഒരു സ്റ്റോറിയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സ്റ്റോറിയിൽ ആശാപൂർണ്ണ ദേവി നമ്മളോട് പറയുന്നത് എന്താ? തീപ്പെട്ടിയും സ്ത്രീയും ഒരുപോലെയാണ്. രണ്ടിനും ഒരുപാട് കാര്യങ്ങളെ കത്തിച്ച് ചാമ്പലാക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ എന്ത് ചെയ്യാറില്ല? അവർ അങ്ങനെ ചെയ്യാറില്ല. അവർക്കതിൻ്റെ അഹങ്കാരമില്ല. അവർ ബെഡ്റൂമിലും അവർ കിച്ചണിലൊക്കെ പാവമായിട്ട് എന്ത് ചെയ്യും? നിൽക്കും. നിഷ്കളങ്കമായിട്ട് അവർ നിൽക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ കഥയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ശരിക്ക് പുരുഷന്മാർ എന്ത് സ്ത്രീകളെ ചെയ്താലും എന്താണ്, സ്ത്രീകളത് സഹിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ധാരണ പുരുഷന്മാർക്കുള്ളതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത്? അവരത് ചെയ്യുന്നതും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആശാപൂർണ്ണദേവി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പേഴ്സണലായിട്ട് അറിയിക്കുക. നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? വീണ്ടും വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഈ അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട നോട്ട് ഞാൻ തരും. ഇതുവരെ തന്ന നോട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. അത് തന്ന ആളുകൾക്ക് മാർക്കുണ്ടാവും. നീ വീണ്ടും വീണ്ടും അത് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നോട്ടൊക്കെ ഇതുവരെ തന്നെ വളരെ കൃത്യമായിട്ട് എഴുതുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ നോട്ട് തരികയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.